السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. കച്ചവടങ്ങളിൽ, ആരോഗ്യത്തിൽ, ആയുസ്സിൽ, കുടുംബത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ജോലികളിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ബറക്കത്തുകൾ ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ആദർശ പ്രബോധന പ്രയാണം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ ഏകദേശം ഒരു 15ഓളം സ്ഥലങ്ങളിലാണ് ഇതേ സമയത്ത് ഇതേ വിഷയത്തിൽ പ്രഭാഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മനുഷ്യന്റെ ജീവിതം എന്നത് ഏറെ നൈമിഷികമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നടന്നു പോകുന്നതിനിടയിൽ, ജോലി ചെയ്യുന്നതിനിടയിലൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
എൻ്റെ മനസ്സിനെ ഏറെ ചിന്തിപ്പിച്ച 2 മരണങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം നടന്ന മരണങ്ങളാണ്. ഒന്ന് പുളിക്കലിലും മറ്റൊന്ന് കണ്ണൂരിലും. പുളിക്കലിലെ സഹോദരൻ പോളിംഗ് ബൂത്തിലെത്തി, ബൂത്തിലേക്ക് കയറി തന്റെ ഐഡന്റിറ്റി കാർഡ് അവിടെ നൽകി, അത് വെരിഫൈ ചെയ്ത് അയാളുടെ വിരലിൽ മഷി പുരട്ടി മെഷീനിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നീങ്ങുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. കയ്യിൽ മഷി പുരട്ടിയിട്ടുണ്ട്, പക്ഷെ വോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. സെക്കൻഡുകളാണ് യഥാർത്ഥത്തിൽ അതിനിടയിൽ ഉണ്ടാവുക. ആ സമയത്ത് അയാൾ മരണപ്പെടുന്നു. അയാളെ കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യുന്നു. പിന്നീട് മറ്റൊന്ന് കണ്ണൂരിലാണ്. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് മരണം അയാളെ വിളിച്ചിറക്കി ആ ക്യൂവിൽ നിന്ന് കൊണ്ടുപോയത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമുണ്ട്. ഒന്നുകൂടെ അല്ലാഹ് പറഞ്ഞു, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും സമയമാകുമ്പോൾ നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് എവിടെ വെച്ച് പിടിക്കാനാണോ അല്ലാഹു തആല നിശ്ചയിച്ചത്, ആ സമയമാകുമ്പോൾ ആ പ്രദേശത്തേക്ക് അവന് ഒരു ആവശ്യമുണ്ടാക്കി കൊടുക്കും അല്ലാഹു തആല. ആ ആവശ്യത്തിനായി അവൻ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവന്റെ റൂഹിനെ പിടിക്കുമെന്നാണ്. ചില മരണങ്ങൾക്ക് നമ്മൾ പറയും അയാൾ മരിക്കാനായി പോയ പോലെയുണ്ട്. അവിടെ പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെന്നു, അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടു. തഫ്സീറിൽ കാണാം, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മലക്കുൽ മൗത്ത് മനുഷ്യനെ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുന്നത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പിന്നീട് ഈ മനുഷ്യനോട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ഇന്ന് മലക്കുൽ മൗത്ത് പ്രത്യേകമായി നോക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികം ബേജാറുള്ള കാര്യമാണ്. മലക്കുൽ മൗത്ത് നോക്കിയാൽ പിന്നെ പേടിക്കാൻ പാടൊന്നും വേണ്ടല്ലോ. ഒരു നബിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മനുഷ്യനാകെ പ്രയാസപ്പെട്ട് ബേജാറായി, അദ്ദേഹത്തിനാകെ അസ്വസ്ഥതയായി. അദ്ദേഹം എനിക്ക് വല്ലാത്തൊരു ബേജാറത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തരം സൈന്യങ്ങളും ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു ദൂര നാട്ടിലേക്ക് എത്തിച്ചു തരണം, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയും സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെ ഇന്ത്യയിലേക്ക് എത്തിച്ചുവെന്നാണ് തഫ്സീറൊക്കെ ഉള്ളത്. പിന്നീട് മലക്കുൽ മൗത്തിനെ കണ്ടപ്പോ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ആ മനുഷ്യൻ അങ്ങനെ തുറിച്ചു നോക്കിയത്? അയാളാകെ ബേജാറായല്ലോ ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ. മലക്കുൽ മൗത്ത് പറഞ്ഞു, എന്നോട് പടച്ച റബ്ബിന്റെ ഓർഡർ ഉണ്ടായിരുന്നു, ആ മനുഷ്യനെ ഇന്ന് ഇന്ത്യയിൽ വെച്ച് റൂഹിനെ പിടിക്കണമെന്ന്. അയാൾ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് ഇയാൾ എങ്ങനെയപ്പാ സമയമാകുമ്പോഴേക്ക് അവിടെ എത്തുക? അതുകൊണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയത്. പക്ഷെ സമയമായപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇന്ത്യയിലുണ്ട്, അവിടെ വെച്ച് റൂഹിനെ പിടിക്കുകയും ചെയ്തുവെന്നാണ്. പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളാണ്, അവന്റെ ഖദറാണ് ലോകത്തുടനീളം എല്ലാ നിമിഷത്തിലും നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് നിയന്ത്രണം ഏൽപ്പിക്കപ്പെട്ട മേഖലകൾ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ പരിമിതമായ മേഖലകളിൽ വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് മനുഷ്യന് കൈകാര്യം ചെയ്യാനായി പടച്ച റബ്ബ് ദുനിയാവിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വണ്ടി കയറി ചാവിട്ട് സ്റ്റാർട്ടാക്കി വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇതിന് മൊത്തം കൺട്രോൾ ഞാൻ തന്നെയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ബ്രേക്ക് ചവിട്ടുമ്പോൾ കാല് വർക്ക് ചെയ്യാതെ നിന്നാൽ മതി ആ കൺട്രോൾ പോകാൻ. അവന് ശരീരത്തിലെ ഏതെങ്കിലും നരമ്പ് തകരാറായാൽ മതി. വാഹനമെല്ലാം ഓക്കെയാണെങ്കിലും ആ വാഹനം ചെന്ന് ഇടിച്ച് അപകടം സംഭവിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ,
ഈ വാഹനത്തെ അധീനപ്പെടുത്തി തന്ന അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ്. നമുക്കൊരിക്കലും ഇതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ്. ഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ റബ്ബിലേക്ക് തന്നെ മടങ്ങേണ്ടവർ തന്നെയാണ് നാം എന്ന ബോധം, ആ ഓർമ്മ വിടാതെ അത് നാവ് കൊണ്ട് പറഞ്ഞ് അത് മനസ്സിന് ബോധ്യമായിട്ട് വേണം ഒരു വാഹനത്തിൽ കയറി അയാൾ യാത്ര തുടരാനെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെയല്ല. ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോൾ ആളുകളിൽ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, ഭയാവസ്ഥകൾ, അശാന്തി, അസമാധാനം എല്ലാം ഉണ്ടാകുന്നു. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ് കൽബുകൾക്ക് സമാധാനമുണ്ടാവുക, മനസ്സിന് സമാധാനമുണ്ടാവുക, ആത്മശാന്തി ലഭിക്കണമോ? ബിദിക്രില്ലാഹ് റബ്ബിനെ കുറിച്ചുള്ള ദിക്റാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, അല്ല എന്ന ചിന്തയാണ് മനുഷ്യന് സമാധാനം കിട്ടാൻ ഏക മാർഗം. അല്ലാത്ത മാർഗമൊന്നുമില്ല. എന്തുണ്ടായാലും എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന ആ തിരിച്ചറിവ്. എല്ലാ ദിവസവും എല്ലാ വഖത്ത് നിസ്കാരത്തിനും, നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന ദിക്റാണല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാലോ നൽകാനും ആളില്ല റബ്ബേ. അത് കേവലം ഒരു ദിക്റല്ല, അതിന് ബോധ്യമായി മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. എന്റെ റബ്ബ് എന്താണോ തന്നത് അതേ ഉള്ളൂ, എന്റെ റബ്ബ് എന്താണോ തടഞ്ഞു വെച്ചത് അത് തരാൻ കഴിയുന്ന ആരുമില്ല. അവനാണ് നൽകുന്നവൻ, അവനാണ് നൽകാതിരിക്കുന്നവൻ. റബ്ബ് നൽകുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിന് ഖൈറുണ്ടാകും, റബ്ബ് നൽകുന്നില്ല എങ്കിലോ അതിനും ഒരു ഖൈറുണ്ടാകും. ആ റബ്ബിന്റെ തീരുമാനമാണ് എല്ലായിടത്തും നടക്കുന്നത്. നമ്മളത് വിധേയമായി നടക്കുന്നുവെന്ന് മാത്രം. ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ പ്രസംഗിക്കുമെന്നത് എൻ്റെ റഹ്മാനായ റബ്ബിന്റെ തീരുമാനമാണ്. നിങ്ങളൊക്കെ വന്നിരിക്കുമെന്നത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം എന്നാ തീരുമാനമുണ്ടായത്? അത് എല്ലാ കാലത്തുമുണ്ട്. അല്ലാഹു തആല ഉള്ള കാലത്തോളം പഴക്കമുണ്ട്. റബ്ബിന് തുടക്കമില്ല, റബ്ബിന് ഒടുക്കമില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബുള്ള ഏത് കാലത്തുമുള്ള ആ റബ്ബിന്റെ വിശേഷണമാണ് ഇൽമ്, അറിവ്. അവൻ അലീമാണ്, അറിയുന്നവനാണ്. ഒരു പടപ്പുമില്ലാത്ത കാലത്ത്, ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടാത്ത കാലത്ത്, ലോകമില്ലാത്ത കാലത്ത്, മനുഷ്യരോ ജിന്നുകളോ മലക്കുകളോ സൃഷ്ടിക്കപ്പെടാത്ത കാലത്ത്, ഒരൊറ്റ പടപ്പുമില്ലാത്ത പടച്ച റബ്ബ് മാത്രമുള്ള കാലമാണല്ലോ ലോകത്തേറ്റവും അധികം കഴിഞ്ഞു പോയത്. പടപ്പുണ്ടായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് കോടാന് കൊല്ലങ്ങൾ ഒരു സൃഷ്ടിയുമില്ലാത്ത കാലഘട്ടമാണ്. സൃഷ്ടാവ് മാത്രമുള്ളവൻ. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹ് അവ്വലാണ്, അവൻ ആഖിറാണ്, അവനാണ് ലാഹിർ, അവനാണ് ബാത്തിന്. അല്ലാഹുവാണ് ആദ്യമുള്ളവൻ. നബി തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ. പടച്ചവൻ, നീയാണ് അവ്വൽ, നീയാണ് ആദ്യമുള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിർ, നീയാണ് ആഖിർ, നിനക്ക് ശേഷം മറ്റാരുമില്ല. അല്ലാഹുവാണ് എല്ലാം, അവനാണ് അവ്വലും ആഖിറും. അല്ലാഹു അസലിയാണ്, മുമ്പേ ഉള്ളവനാണ്, അബദിയാണ്, എന്നുമുള്ളവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ഹയ്യാണ്, ഖയ്യൂമാണ്. ഉറക്കമില്ലാത്തവനാണ്, മയക്കമില്ലാത്തവനാണ്. ഒരു സൃഷ്ടിയുമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹ് അലീമാണ്, അല്ലാഹ് സമീആണ്, അല്ലാഹ് ബസീറാണ്. അന്നും അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ലോകത്ത് സൃഷ്ടിയില്ലാത്ത കാലം, സൃഷ്ടാവ് മാത്രമുള്ള കാലം, അന്ന് അല്ലാഹ് എല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ അന്ന് എന്താ അറിയാനുള്ളത്? ഇത്ര കോടി കൊല്ലം കഴിഞ്ഞാൽ ഈ ഡേറ്റിൽ ഇവിടെ പ്രസംഗം വെക്കും, ഞാൻ സംസാരിക്കുമെന്നത് അല്ലാഹു തആലക്ക് അന്നേ അറിയാം. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നും പടക്കപ്പെട്ടിട്ടില്ല. അന്നും അല്ലാഹു അലീമാണ്, അന്നും അല്ലാഹു സമീആണ്. ഈ സംസാരിക്കുന്ന സംസാരം
റബ്ബ് അന്നും കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്, എന്നും കേൾക്കുകയും ചെയ്യും. റബ്ബ് അന്നും സമീആണ്, ബസീറാണ്, അലീമാണ്. അങ്ങനെ കോടാന് കൊല്ലങ്ങൾക്ക് ശേഷം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനമെടുത്തു, അതെല്ലാം ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. അതല്ല എഴുതി വെച്ചു, രേഖപ്പെടുത്തി വെച്ചു. അതാണ് കിതാബത്ത്. ഖലാ ഖദറിന്റെ 4 മർത്തബകളിൽ രണ്ടാമത്തെ മർത്തബ ഖലാ ഖദർ പഠിക്കണം. നമ്മൾ തൗഹീദ് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗമാണ് ഖലാ ഖദർ, റബ്ബിന്റെ വിധിവിശ്വാസം, തീരുമാനങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ ഇൽമാണ്, അവന്റെ അറിവാണ്. അത് അസലിയാണ്, പണ്ടേ ഉള്ളതാണ്. അതിന് കാലമില്ല, അതിന് കൊല്ലങ്ങൾ അതിർത്തിയില്ല. രണ്ടാമത് കിതാബത്താണ്. ഈ അറിഞ്ഞ കാര്യങ്ങൾ റബ്ബ് രേഖപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ആ തീരുമാനമുണ്ടാകുമ്പോഴാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് സൃഷ്ടിപ്പില്ല. അന്നും അല്ലാഹ് ഖാലിഖാണ്, പക്ഷെ സൃഷ്ടിപ്പ് നടത്തിയിട്ടില്ല. അന്ന് മഖ്ലൂഖില്ല. അങ്ങനെയുള്ള സൃഷ്ടിപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോ അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം, നബി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. അവ്വലു മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് അൽ ഖലമ, പേനയാണ്. ഒന്നാമത്തെ പടപ്പ് പേനയാണ്. അന്ന് നരകസ്വർഗം പടച്ചിട്ടില്ല, ആകാശവും പടക്കപ്പെട്ടിട്ടില്ല, ജിന്നും ഇൻസും മലക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് ഒന്നാമത്തെ സൃഷ്ടി അല്ലാഹു തആല പടച്ചത് കലം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞ കലമ്, അതാണ് ഒന്നാമത്തെ സൃഷ്ടി. നബിപ്രകാശമല്ല ആദ്യത്തെ സൃഷ്ടി. എന്നിട്ട് ആ കലമിനെ പടച്ചിട്ട് കലമിനോടല്ല പറഞ്ഞു ഉക്തുബ്, നീ എഴുതണം എന്നാണ്. അപ്പൊ പേന ചോദിച്ചു, എന്താ റബ്ബേ എഴുതേണ്ടത്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ ഇനി സൃഷ്ടിക്കാൻ പോകുന്ന, ഉദ്ദേശിക്കുന്ന മൊത്തം കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കണം. അല്ലാഹ് വിവരം നൽകി, അതെല്ലാം ആ കലമ് രേഖപ്പെടുത്തി. അന്നും മറ്റൊന്നില്ല, അന്ന് കലമ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആകാശം ഭൂമി സൃഷ്ടിക്കപ്പെടുന്നത്. ഈ കിതാബത്ത് കഴിഞ്ഞ് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ജിന്നുകളെ പടക്കുന്നത്, മലക്കുകളെ പടക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാരെ പടക്കുന്നത്. അതിനും എത്രയോ ഇപ്പുറത്താണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പൊ ഖലാ ഖദറിന്റെ ഒന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ ഇൽമ്, അറിവാണ്. അത് എന്നുണ്ട്, അത് എല്ലാ കാലത്തുമുണ്ട്. അതിന് കാലമെന്ന ലിമിറ്റില്ല. റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും അസലിയാണ്, അബദിയാണ് എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അഥവാ മുമ്പേ ഉള്ളതാണ്, എന്നുമുള്ളതാണ്. ലോകത്ത് അതിൽ പഴിച്ചു പോയ കുറെ സംഘങ്ങളുണ്ട്, അത് പറയേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ. അല്ലാഹു ഖൽഖ്, സൃഷ്ടിപ്പ് നടത്താത്ത കാലത്ത് അല്ല ഖാലിഖാണോ ഖാലിഖല്ലേ എന്ന് ഒരു കാലത്ത് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് മുസ്ലിം ചരിത്രത്തിൽ. അന്ന് സൃഷ്ടിപ്പ് ചെയ്ത പിന്നെ എങ്ങനെ ഖാലിഖാക എന്ന് ചോദിച്ചവർ, ആ ചോദ്യം പിടുത്തം വിട്ടുപോയിട്ട് അവസാനം അല്ലാഹു തആലക്ക് അങ്ങനെ ഖൽഖ് എന്ന വിശേഷം തന്നെ ഇല്ല എന്ന് പറയേണ്ടി വന്നു അവർക്ക്. അവസാനം പടച്ചോന് ഒരു സിഫത്തുമില്ല, ഒരു വിശേഷവുമില്ല, അല്ലാഹ്ക്ക് അറിവുമില്ല, കഴിവുമില്ല, കേൾവിയുമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് പിന്നെ അവർ എത്തിപ്പെട്ടു. അതാ മുഅ്തസിലിയാക്കൾ. അഹ്ലുസുന്ന അന്നേ പറഞ്ഞത് റബ്ബിന്റെ മുഴുവൻ വിശേഷണങ്ങളും മുമ്പേ ഉള്ളതാണ്, എന്നെന്നും അവശേഷിക്കുന്നതുമാണ്. അതുകൊണ്ട് അല്ലാഹ് എന്നും അലീമാണ്, എന്നും സമീആണ്, എന്നും ബസീറാണ്. ഇവിടെ കേൾക്കാൻ ഒന്നുമില്ലാത്ത കാലത്തും അല്ലാഹ് സമീആണ്, കാണാൻ ഒന്നുമില്ലാത്ത കാലത്തും അല്ലാഹ് ബസീറാണ്. അല്ലാഹു തആലക്ക് സൃഷ്ടിപ്പ് നടത്താൻ ഒന്നുമില്ലാത്ത കാലത്തും അല്ലാഹ് ഖാലിഖാണ്. റിസ്ക് കൊടുക്കാൻ, ആ റിസ്ക് വാങ്ങാൻ ഇവിടെ ആരുമില്ലാത്ത കാലത്തും അല്ലാഹു തആല റാസിഖാണ്. അല്ലാതെ സൃഷ്ടിയാളുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ വിശേഷത്തിലൊന്നും കൂടിയിട്ടില്ല. സൃഷ്ടി ഇല്ലാതായാൽ പഠിച്ചോന്റെ വിശേഷത്തിൽ കുറവിട്ട് വരുന്നുമില്ല. ഒന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ ഇൽമാണ്. രണ്ടാമത്തെ കിതാബത്തെ രേഖപ്പെടുത്തി വെക്കലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കലം എഴുതി വെച്ചത്. അത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പാണ് എഴുതി വെച്ചത്. അന്നല്ല തീരുമാനിച്ചത്, അന്നല്ല അറിഞ്ഞത്, അന്ന് എഴുതി വെച്ചതാണ്. അതാണ് രണ്ടാമത്തെ ഘട്ടം. എന്താ എഴുതി വെച്ചത്? ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും. ആകാശം സൃഷ്ടിക്കപ്പെടും, ഭൂമി സൃഷ്ടിക്കപ്പെടും, അതിന് മനുഷ്യന്മാരുണ്ടാകും, നമ്മളൊക്കെ ഉണ്ടാകും. അവസാനം ഈ മെയ് 15 ഈ നേരത്തെ ഞാനിവിടെ സംസാരിക്കും, അന്ന് എഴുതിച്ച കാര്യമാണ്. മൂന്നാമത്തെ ഘട്ടം മശീഅത്താണ്, റബ്ബിന്റെ ഉദ്ദേശമാണ്. ആ കാര്യം നടക്കണമെന്നുള്ള ഉദ്ദേശിക്കും.
ഫഅാലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവനാകുന്നു അല്ലാഹു തആല. അതാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം ഖൽഖ്, അത് സൃഷ്ടിക്കലാണ്. അത് റബ്ബ് ഇന്ന് നടപ്പാക്കി. എന്നിൽ സംസാരം എന്ന് സൃഷ്ടിച്ചു, തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല, അതിന് പ്രയാസം ഉണ്ടാക്കിയില്ല. അത് റബ്ബ് സൃഷ്ടിച്ചു തന്നു, അപ്പോൾ അത് പ്രാവർത്തികമായി. ഈ 4 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഒരു പ്രവൃത്തി ലോകത്ത് യാഥാർത്ഥ്യമായി മാറുന്നത്. അതാ ഖലാ ഖദർ. ഇത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിച്ചാലും ഓനെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഇല്ല. അലല്ലാഹ് നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ആയാൽ മതിയായിരുന്നു, അന്ന് പോകേണ്ടില്ലായിരുന്നു, അവിടെ എത്തേണ്ടില്ലായിരുന്നു. അത് നിങ്ങൾ പറയരുത്. കാരണം ഫഇന്ന ലൗ തഫ്തഹു ഫമശ്ശൈത്വാൻ, ആ പ്രയോഗമുണ്ടല്ലോ, അത് പിശാചിന്റെ വായ തുറക്കുന്ന കാര്യമാണ്. റബ്ബിലുള്ള വിശ്വാസം കുറയും, നിരാശ വരും, നിർഭയത്വം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, അതുവഴി പിശാചവനെ പിടികൂടും. അതുകൊണ്ട് അത് നിങ്ങൾ പറയണ്ട. നിങ്ങളല്ല ചെയ്യാൻ പറഞ്ഞ പണി എന്താണോ അത് ചെയ്യാം, ബാക്കി അല്ല അഭ്യർത്ഥിപ്പിക്കുക. പറയൂ നബിയെ, ലൻ യുസീബനാ, നമ്മെ ബാധിക്കില്ല, ഇല്ലാ മാ കതബല്ലാഹു അലൈനാ, റബ്ബ് എന്താണോ നമുക്ക് രേഖപ്പെടുത്തിയത് അതല്ലാതെ ബാധിക്കുകയില്ല എന്ന് പറയൂ നബിയെ. ആ ബോധ്യമാണ് തൗഹീദിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്തായി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറാഖിൽ നിന്ന് ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വന്നു. ഖലാ ഖദറൊന്നുമില്ല, പടച്ചോനങ്ങനെ തീരുമാനിക്കണമെന്നില്ല, അല്ല മനുഷ്യന്മാരെ സൃഷ്ടിച്ചങ്ങ് വിട്ടു, പിന്നെ മനുഷ്യന്മാർ ഇഷ്ടം പോലെ ചെയ്യാ, പടച്ചോനതിൽ ഇടപെടൂല, അല്ല തീരുമാനിക്കുന്നില്ല, ഖലാ ഇല്ല, ഖദറില്ല എന്ന് ഇറാഖിൽ ചില ആളുകൾ പറഞ്ഞു തുടങ്ങി. ആ വാദം മെല്ലെ മെല്ലെ മദീനയെ കടന്നു വന്നു. ഇറാഖിലെ ചില ആളുകൾക്ക് മദീനത്ത് വന്നിട്ട് അവിടെ ഈ വാദം പ്രചരിപ്പിക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായി. അന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ല. അദ്ദേഹം അറിഞ്ഞു ഇങ്ങനെ ചില മനുഷ്യന്മാർക്ക് സ്വകാര്യമായി ഇവിടെ ഇങ്ങനെ ഈ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മദീനത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു, അള്ളാഹുവിന്റെ ഖലാ ഖദർ നിഷേധിക്കുന്ന ചിലരൊക്കെ ഉണ്ട് എന്നില്ല, എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു. അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക. فإن ابن عمر بريء منه وهم براء مني. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമറുമായും യാതൊരു ബന്ധവുമില്ല. വല്ലദീ നഫ്സു അബ്ദുല്ലാഹി ബിയദിഹി, ഈ അബ്ദുള്ളയുടെ ശരീരം ആരുടെ കയ്യിലാണോ അവനാകുന്നു സത്യം, അഥവാ റബ്ബാണ് സത്യം. അങ്ങനത്തെ ഒരാള് ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദർ വിശ്വസിച്ചെങ്കിലല്ലാതെ, ഖലാ ഖദർ വിശ്വാസമില്ലെങ്കിൽ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പരസ്യമായി പ്രഖ്യാപിച്ചു. അവരാണ് പിന്നെ ഖദരിയാക്കൾ എന്ന പേരിൽ പിന്നെ രംഗത്ത് വന്നത്. ഖദരികൾ എന്ന പേരിൽ പിന്നെ രംഗത്ത് വന്നു. ആളും അർത്ഥവുമുണ്ടായി, അവർക്ക് നേതാക്കന്മാരും അനുയായവുമുണ്ടായി. പിന്നെ അവർ വ്യത്യസ്തമായ വിഭാഗമായി മാറി. ആ ഖദറിൽ പുതിയ പുതിയ വാദങ്ങളുമായി അവർ രംഗത്ത് വന്നു. അഹ്ലുസുന്ന അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അന്ന് കിതാബ് എഴുതി, ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന 2 വാള്യമുള്ള ഗ്രന്ഥം അന്ന് ഇമാം ബുഖാരി എഴുതിയത് ഈ ഖദരിയാക്കൾക്ക് കൂടി ഖണ്ഡനമായി കൊണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, തൗഹീദ് എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിനെ മനസ്സിലാക്കുക, അത് അടിസ്ഥാനം. തൗഹീദിൽ പിഴക്കാനുള്ള കാരണം എന്താ? അല്ലാഹുവിനെ മനസ്സിലാക്കാതിരിക്കുക. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞ ആയത്താണ് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഹഖ്ക ഖദരിഹി, മനസ്സിലാക്കേണ്ട ക്രമപ്രകാരം, കണക്കാക്കേണ്ട ക്രമപ്രകാരം അല്ലാഹുവിനെ കണക്കാക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ആയത്ത് കാണാം. ഒന്ന് ജൂത ക്രിസ്ത്യാനികളെ പറ്റിയാണ്, മറ്റൊന്ന് മക്കയിലെ മുശ്രിക്കിനെ പറ്റിയാണ്. ഈ 3 കൂട്ടർ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മക്കത്തെ മുശ്രിക്കീങ്ങൾ, ഈ 3 വിഭാഗവും തൗഹീദിൽ പിഴച്ചു, വിശ്വാസം പിഴച്ചു. കാരണം എന്താ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, പടച്ചോനെ കണക്കാക്കണ ക്രമത്തിൽ അവരെ കണക്കാക്കിയില്ല, അല്ലാഹുവിനെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് പിഴച്ചത്. ഖദരികൾ പിഴച്ചതും കാരണം അതാണ്. മുഅ്തസിലികൾ പിഴക്കാനും കാരണം അതാണ്. സൂഫികൾ ത്വരീഖത്തുകാർ പിഴക്കാനും കാരണം അതാണ്. എല്ലാ വഴികേടിന്റെയും അടിസ്ഥാനം അതാണ്.
വഴികേട് രണ്ട് ഭാഗത്തേക്കേ ഉള്ളൂ. ഒന്ന് ശരിയാണ്, രണ്ടെണ്ണം വഴികേടാണ്. ആ രണ്ട് വഴിക്ക് തെറ്റിപ്പോവുകയുള്ളൂ. അതാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഒന്ന് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ നേരായ വഴിക്ക് ഞങ്ങളെ ചേർക്കണേ. രണ്ട് വഴിക്ക് വഴി മാറിപ്പോകും. ഏതാ? ഒന്ന് മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ മാർഗമാണ്. രണ്ട് ളാല്ലീൻ, വഴിപഴിച്ചു പോയവരുടെ മാർഗമാണ്. ഈ രണ്ട് വഴിക്കേ പോകുള്ളൂ. എല്ലാ വ്യതിയാനങ്ങളും അങ്ങനെയാണ്. ഇതര മതങ്ങളെല്ലാം നൂട്ടുമാടിയത് അവിടെ നിന്നാണ്. ഇതര സംഘങ്ങൾ ആശയക്കാർ വഴിമാറിപ്പോയത് അവിടെ നിന്നാണ്. അഹ്ലുസുന്നയുടെ റൂട്ടിൽ നിന്ന്, ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് വഴിമാറിപ്പോയ ആരെല്ലാം ഏതെല്ലാം ഉണ്ടോ ആ മുഴുവൻ വഴികേടും ഈ രണ്ട് വഴിയിൽ അതിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പടച്ച റബ്ബിനെ മനസ്സിലാക്കുക എന്ന അടിസ്ഥാനമാണ്. ആ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിലാണ് ആ ആയത്തുള്ളത്. ഇബ്രാഹിം നബിയോട് തന്റെ ഖൗമ് തർക്കിക്കാൻ വരികയാണ്. തൗഹീദ് പറഞ്ഞപ്പോ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ആളുകൾ തർക്കിക്കാനുമെന്ന് ഇബ്രാഹിം നബിയോട് വിശുദ്ധ ഖുർആൻ വിശദമായി ആ കാര്യം പഠിപ്പിക്കുന്നുണ്ടല്ലോ. സൂറത്ത് അൻആമിലൂടെ വ്യത്യസ്തമായ ആയത്തുകൾ പറഞ്ഞുവെങ്കിലും അൻആം സൂറയിൽ അല്ലാഹു തആല വിശദമായി പഠിപ്പിക്കുന്നു. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസർ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ എന്ന് തുടങ്ങുന്ന 74-ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 10-15 ആയത്തുകൾ ആ വിഷയമാണ് പരാമർശിക്കുന്നത്. അവിടെ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു തന്റെ വാപ്പയോട്, തന്റെ സമൂഹത്തോട്. അവർ തമ്മിൽ തർക്കമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അള്ളാഹിനെ കുറിച്ച് തർക്കമുണ്ടായി, സംസാരമുണ്ടായി. ആ സംസാരമധ്യേ തന്റെ ഖൗം അദ്ദേഹത്തെ തർക്കിച്ചു എന്നല്ല പറയുന്നു. ആ തർക്കത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് വലാ അഖാഫു മാ തുശ്രികൂന ബിഹി. പടച്ച റബ്ബിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒരു പങ്കുകാരെയും എനിക്ക് യാതൊരു ഭയവുമില്ല. നിങ്ങൾ ആരെയെല്ലാം പങ്കു ചേർക്കുന്നുണ്ടോ, ആരെല്ലാം റബ്ബിന്റെ സ്ഥാനത്ത് കൊണ്ടടക്കുന്നുണ്ടോ, അവരെയൊന്നും ഞാൻ പേടിക്കുന്നില്ല. അവർക്കാർക്കും എന്നൊന്നും ചെയ്യാനും കഴിയില്ല. ഇല്ലാ അയ്യശാ റബ്ബി ശൈആ, എന്റെ റബ്ബിന്റെ ഉദ്ദേശം എന്താണോ അത് നടക്കുമെന്നല്ലാതെ ആ റബ്ബിന്റെ ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യാൻ അവർക്കാർക്കും സാധ്യമല്ല. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എന്റെ റബ്ബ് എല്ലാത്തിനെയും വിശാലമായ അറിവുള്ളവനാകുന്നു. എല്ലാം അറിയുന്നവൻ എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ ഉദ്ദേശം എന്തോ, അവരുടെ തീരുമാനമെന്തോ അത് നടക്കുമെന്നല്ലാതെ നിങ്ങൾ പങ്കു ചേർക്കുന്ന പങ്കുകാർ, നിങ്ങളെ നേർച്ചക്കാർ, നിങ്ങളെ ഇലാഹുകൾ, അവരാരും ഒന്നും ചെയ്യില്ല. എനിക്ക് വരെ ഭയവുമില്ല. മാത്രവുമല്ല വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ പേടിക്കാനാ? നിങ്ങൾ പേരുണ്ടാക്കുക, ഇയാൾ ഇന്നാളാണ്, ഇത് മറ്റാളാണ്, അയാൾ ഇന്ന ദർജയുള്ളതാണ്, ഇയാൾ മറ്റാൾ, നിങ്ങൾ ഓരോരുത്തർ പേരിട്ട് കൊണ്ടുവരാം. ഞാൻ എന്തൊരു പേടിക്കണം അതിനെ? എത്ര കൃത്യമാണ്. എല്ലാ കാലത്തും അത് തന്നെയാണ്. ഒരുത്തരെ പേരിടാൻ കുത്തുബുസമാനാണ്, മറ്റവൻ കുത്തുബുൽ അഖ്താബാണ്, മാണ്, മറ്റതാണ്. ഓരോരുത്തരും ഓരോ പേരിടുക. എന്നിട്ട് ആ പേരിട്ട് നമ്മൾ പേടിക്കണം. എന്തിന്? തനിക്കില്ല. അങ്ങനത്തെ ഒരു പേര് അള്ള വെച്ചതാണെങ്കിൽ, അള്ള വെച്ച പേരാണെങ്കിൽ അള്ള നിശ്ചയിച്ച് ആദരവ് കൊടുക്കേണ്ടതുണ്ട്. റബ്ബ് നിശ്ചയിക്കാത്ത പേരിട്ടതിന് നമ്മൾ എന്തിനു പേടിക്കണം? അതല്ലേ യൂസുഫ് നബിയുടെയും വാക്ക്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇതൊക്കെ നിങ്ങളുടെ വാപ്പായിട്ട് ചില പേര് എന്നല്ലാതെ വേറൊന്നുമില്ലാണ്. യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയപ്പോൾ പറഞ്ഞ പ്രയോഗമാണ് ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ. ഇത് ഏതാനും ചില പേരുകൾ മാത്രം. സമ്മൈതുമുഹാ അൻതും വആബാഉകും, ഒന്നുകിൽ നിങ്ങൾ വെച്ച പേര്, അല്ലെങ്കിൽ നിങ്ങൾ വാപ്പമാരോ വല്ലിപ്പമാരോ വെച്ച പേര്. അതല്ലാതെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, പടച്ച റബ്ബിന് ഒരു തെളിവും ഇറക്കിയിട്ടില്ല. അല്ല തെളിവൊന്നും തരാത്ത ഒന്നിന് നിങ്ങൾ കുറെ പേരിട്ടു, വാപ്പമാരെ പേരിട്ടു, വല്ലിപ്പാരെ പേരിട്ടു. ആ പേരിട്ടതിന്റെ പേരിൽ മാത്രം ഞാൻ എന്തൊരു പേടിക്കണമെന്ന് അന്ന് യൂസുഫ് നബി ചോദിച്ച ചോദ്യമാണ്. അതാ ഇബ്രാഹിം നബിയും ചോദിച്ചത്. നിങ്ങൾ പങ്കു ചേർത്തതിനെ ഞാൻ എന്തിനു ഭയപ്പെടണം? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുൻസിൽ ബിഹി അലൈക്കും സുൽത്താന.
പടച്ച റബ്ബ് തെളിവും ഇറക്കിയിട്ടില്ലാത്തതിനെ നിങ്ങൾ പങ്കു ചേർക്കുന്നു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയില്ല. അള്ളാഹ്ക്ക് പങ്കുകാരനെ വെക്കുമ്പോ അതല്ലേ പേടിക്കേണ്ടത്? അത് നിങ്ങൾക്ക് പേടില്ല. എന്നിട്ട് നിങ്ങൾ വെച്ച പങ്കുകാരനെ ഞാൻ പേടിക്കണമെന്നോ? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. നമ്മിൽ ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക? നിങ്ങൾക്കാണോ എനിക്കാണോ? നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവരാ, എന്നിട്ട് ഓരോ പേരിടുക, എന്നിട്ട് ഓരോക്കെ പാടെ പേടിച്ചെടുക്കുക. ഞാൻ പറയാം എനിക്കതൊന്നും പേടില്ല, എന്റെ റബ്ബിനെ മാത്രമേ പേടിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്കാണോ എനിക്കാണോ നിർഭയത്വം ഉണ്ടാവാൻ അർഹതയുള്ളത്? ഇൻ കുൻതും തഅലമൂൻ, അറിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾക്കാണ് നിർഭയത്വം, അതല്ല എനിക്കാണ് നിർഭയത്വം. എന്നിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, വിശ്വാസം സ്വീകരിച്ച ആളുകൾ, ആ വിശ്വാസത്തിൽ നിൽമ കലർത്താത്ത ആളുകൾ, ശിർക്കില്ലാത്ത ആളുകൾ, റബ്ബല്ലാത്തവരെ പങ്കു ചേർക്കാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്. അവരാണ് ഹിദായത്തിലായവരെന്ന് ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. അതേ പ്രഖ്യാപനമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതാണ് നമുക്കിന്നും പ്രഖ്യാപിക്കാനുമുള്ളത്. ഓനെ സംബന്ധിച്ച് പിന്നെ ബേജാറില്ല. അല്ലാത്തോ രാവിലെ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് എന്ന റോട്ടുകാർ എത്തുമ്പോഴേക്ക് കറുത്ത പൂച്ച ക്രോസ് ചെയ്തു, ഓൻ ബേജാറായി. ഇനിയിപ്പം ശരിയാവില്ല, ഇനി പോയിട്ട് കാണില്ല, ശരിയാവില്ല. പിന്നെ അന്ന് വൈകുന്നേരം വരെ ഓനെ ഈ ബേജാറിലാണ്. ഓൻ മുന്നോട്ട് പോയാലും ശരി വൈകുന്നേരം വരെ ആ ബേജാറിലാണ്. പോണ വഴിക്ക് എവിടെ നിന്ന് വണ്ടി പഞ്ചറായി. അപ്പോൾ ഉറപ്പിച്ച് കണ്ടോ, ഞാൻ അപ്പം പറഞ്ഞതാ, ആ പൂച്ച ചാടിയപ്പോൾ തീരുമാനിച്ചാ ഇന്ന് ശരിയാവില്ല. അന്ന് വൈകുന്നേരം വരെ എന്തുണ്ടായാലും അതൊക്കെ ഈ പൂച്ചമുക്ക് വെക്കുകയാണ്. ഇതൊക്കെ എൻ്റെ റഹ്മാനായ റബ്ബ് കോടാന് കൊല്ലങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു വെച്ച കാര്യമാണ് എന്ന ബോധ്യമുള്ളവനോ ഇതിലൊന്നുമില്ല. രാവിലെ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, ഞാനിതാ എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അത് പറഞ്ഞ് ഉറപ്പിച്ച് ഇറങ്ങിയവന് നീ എന്തു സംഭവിച്ചാലും എൻ്റെ റബ്ബിന്റെ തീരുമാനം അലല്ലാഹ്. അത് വല്ലാത്ത സമാധാനല്ലേ? അല്ലെങ്കിൽ ഓരോന്നിനും പേടിയായിരിക്കും, എന്തിനും ഏതിനും ബേജാറാണ്, ഏത് കാര്യം ചെയ്യുമ്പോഴും ബേജാറാണ്. ഇതെന്താ സംഭവിക്കുക, ഇതെന്താ ഉണ്ടാവുക, അതെങ്ങനെയാവുക, ഇതെങ്ങനെയാവുക, എല്ലാത്തിനും പേടി, എല്ലാത്തിനും ബേജാറ്. എന്നിട്ട് പിന്നെ ഈ ബേജാറ് തീർത്തരാൻ പറ്റാരെങ്കിലും ഉണ്ടോന്നാ പിന്നെ നോക്കുക. ഈ ബേജാർ തീർക്കാൻ ആർക്കാ പറ്റുക? ഒരു പുതിയ കച്ചവടമാരെ പേടിയാണ്, എന്താ ഇപ്പൊ ചെയ്യുക, കച്ചവടം പൊളിയോ, അതല്ല ശരിയാവോ? അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യുക? വിശ്വാസിക്കണ്ട, എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്, ഞാൻ ഇന്ന ഡേറ്റിൽ കച്ചവടം ആരംഭിക്കണം, അത് ഇന്ന സംഗതിയൊക്കെ നടക്കണം, അത് ഇന്ന സമയത്ത് പൊളിഞ്ഞു പോകണം, അല്ലെങ്കിൽ അത് ഉഷാറായി വരണം, അത് എൻ്റെ മക്കളും പേരക്കുട്ടികളും ഏറ്റെടുത്ത് പോകണം, എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തുറക്കുമ്പോൾ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. അത് അല്ലാഹുവിനെ ഏൽപ്പിച്ചോണം. എന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മിൻ ചൊല്ലി ഇറങ്ങുക. രാത്രി കടപൂട്ടി പൊരയ്ക്ക് വന്നാൽ കടപൂട്ടി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു, ഫ്രഷായി ഉളൂ ചെയ്തു, കിടക്കാൻ പോകുമ്പോൾ അവസാനമായി ചൊല്ലുന്ന ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക. അല്ലാഹുവേ, ഇന്നി അസ്ലംതു നഫ്സി ഇലൈക, എൻ്റെ ശരീരമില്ല, ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു റബ്ബേ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ. വവജ്ജഹതു വജ്ഹി ഇലൈക, എൻ്റെ മുഖമില്ല, നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു റബ്ബേ. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യമെല്ലാം നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. രാവിലെ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. രാത്രി വന്ന് കിടക്കുമ്പോൾ അവസാനത്തെ ദിക്ർ വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ മുഴുവൻ കാര്യം പഠിച്ചവരെ നിന്നെ ഏൽപ്പിച്ചു. ഞാൻ രാവിലെ എണീക്കണോ വേണ്ടേ, നീയാണ് തീരുമാനിക്കുക. നാളെ കടയിൽ പോകണോ വേണ്ടേ, നീയാണ് തീരുമാനിക്കുക. നാളെ ഞാൻ ഓഫീസിൽ എത്തണോ വേണ്ടേ, നീയാണ് തീരുമാനിക്കുക. എന്ത് കാര്യം നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക റഫഉഹു ഇന്ന അംസക്ത നഫ്സി ഫർഹംഹാ വഇന്ന അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ. പഠിച്ചോളി നിന്റെ നാമത്തിൽ, ബിസ്മിക റബ്ബി, റബ്ബേ നിന്റെ നാമത്തിൽ, വലഅതു ജംബി, എന്റെ ഭാഗമിതാ വെച്ചിരിക്കുന്നു.
ഈ വിരിപ്പിലേക്ക്, ഈ ബെഡിലേക്ക് ഞാൻ ഈ കിടക്കുന്നത് പഠിച്ചോനെ നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ തന്നെ ഞാനിത് ഉയർത്തുകയും ചെയ്യും. അതല്ല നീ ഈ ഉറക്കിൽ എൻ്റെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നുവെങ്കിൽ പഠിച്ചോനെ നീ എന്നോട് കാരുണ്യം കാണിക്കണേ. രാവിലെ നീ എന്നെ വീണ്ടും എഴുന്നേൽക്കാൻ വിട്ടുതരുന്നുവെങ്കിൽ നീ എനിക്ക് നിന്റെ കാവൽ നൽകണേ. ഇതാണ് നിർഭയത്വം. ഓൻ എന്ത് പേടിക്കാനാ? ഓന് ബേജാറുമില്ല. എന്ത് സംഭവിച്ചാലും വല്ലാത്ത സമാധാനം, വല്ലാത്ത നിർഭയത്വം. അതാ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഫഅയ്യുൽ ഫരീഖൈനി അഹഖ്ഖു ബിൽ അംൻ, നമ്മിൽ ആർക്കാണ് കൂട്ടരെ നിർഭയത്വം ഉണ്ടാവാൻ അർഹതയുള്ളത്? ഈ ഒരു ഉറപ്പില്ലാത്തവനോ ഓരോന്നിലും ബേജാറാണ്, എല്ലാത്തിലും പേടിയാണ്. അപ്പൊ പിന്നെ അന്വേഷിക്കാം, ഈ പേടി മാറ്റാൻ എന്താ ചെയ്യാം, ഈ പ്രശ്നം തീർക്കാൻ എന്താ ചെയ്യാം, ഇത് ശരിയാവാൻ എന്താ ചെയ്യാം. അപ്പോഴപ്പോഴും അവിടെ ഒരു ബീവിണ്ട്, ഇവിടെ തങ്ങളുണ്ട്, അവിടെ ഒരു ഹോജുണ്ട്, അവിടെ ജാറുണ്ട്, അവിടെ ഉസ്താദുണ്ട്, അവിടെ പണിക്കലുണ്ട്, ഇവിടെ കണക്കനുണ്ട്, അപ്പുറത്തെ നായുണ്ട്, നമ്പൂരുണ്ട്, ജോത്സരുണ്ട്, അവിടെ ചെന്നാ മതി. എന്നാ പോയി നോക്കുക. അങ്ങനെ മനുഷ്യന്മാരെങ്ങനെ വഴന്നെടുക്കണം. എവിടെ ചെല്ലേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മറ്റവിടെ ബോർഡും വെച്ച് കാത്തിരിക്കുന്നത് അങ്ങോട്ട് പോലെ ഞാൻ തീർത്തരാ പ്രശ്നം. അവിടെ ചെന്ന് ബുദ്ധിമുട്ട് പറയുമ്പോൾ സാരല്ല, അത് മാറിക്കോളും, എന്തേന്ന് എഴുതി കൊടുക്കുക, ഒരു നൂലെടുക്കുന്ന അവിടെ കെട്ടിക്കോ, എൻ്റെ പ്രശ്നം തീരും. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്കും 100 ആൾ വന്നിട്ട് ഈ 100 ആൾക്ക് നൂല് കൊടുത്തിട്ടാണ് ബീവിന്റെ പ്രശ്നം തീരുന്നത്. അത് ഇപ്പം ആലോചിക്കണില്ല. സഹോദരന്മാരെ, എന്തു സംഭവിച്ചു ഉമ്മത്തിന്? നബി തങ്ങൾ പറഞ്ഞു, മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിച്ചാൽ അവനെ അല്ലാഹ് അതിലേക്ക് അങ്ങ് ഏൽപ്പിക്കും. പഠിച്ചോവനെ വിടും, ഓൻ പഠിച്ചോനും വിടും. അല്ലാഹ് അവനെ വിടും, അവൻ അള്ളാഹുവിനെയും വിടും. ആദ്യമായി അസുഖം വന്നപ്പോൾ കുറേയൊക്കെ പ്രാർത്ഥിച്ചു, എല്ലാവരും പറഞ്ഞു നോൽക്കാന്, പലർക്കും പ്രാർത്ഥിച്ചു വെച്ച് തക്കമൊക്കെ കൂടി. അതിനിടയ്ക്ക് ആരോ പറഞ്ഞു, ജാടത്തൊക്കെ പോയി മമ്പൂർത്തൊന്ന് പോയിക്കാളെ, പുത്തമ്പള്ളി പോയിക്കോ, ഏർവാടി പോയിക്കോ, പുതുമഞ്ഞാണി പോയിക്കോ, കോയപ്പാപ്പനവിടെ പോയിക്കോ. അങ്ങനെ അവൻ പോയി. അവിടെ ചെന്ന് അവിടെ എന്തൊക്കെ കിട്ടി അതുമായി വന്നു. പരീക്ഷാർത്ഥം പടച്ചെറുമ്പോൾ ചിലപ്പോൾ ആശ്വാസം കൊടുക്കും. ഓ എന്താ ചെയ്യാൻ നോക്കാൻ. ഇസ്തിദ്റാജ് എന്നൊരു വകുപ്പ് ഖുർആൻ പഠിപ്പിച്ചു. ഇസ്തിദ്റാജ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂണ്ടലിടലാണ്. നമ്മൾ ചൂണ്ടലിന് എന്തൊരു ഇല കൊളുത്തി ഇടും. മീൻ കൊത്തിയാൽ അപ്പം തന്നെ വലിക്കൂല, ഒന്നല്ല അയച്ചു കൊടുക്കും, കുറച്ചാണ്ട് പോട്ടെ, കൊത്തൊന്നും കൂടി ഉഷാറാകട്ടെ, നന്നായാണ് കൊളുത്തിട്ട് എന്നിട്ട് വലിക്കാം. അവ നൂലാണ് വിട്ടുകൊടുക്കുമ്പോൾ മീനിങ്ങനെ ഓടും. ആ വലിയൊരു ഇര കിട്ടി എന്ന സന്തോഷത്തിലവിടെ പെട്ടെന്നൊരു പിടുത്തം. അതാ ഇസ്തിദ്റാജ്. സനസ്തദ്രിജുഹും, അല്ലാഹു പറഞ്ഞു, ഞാൻ അവനെ പടിപടിയായി പിടികൂടും അവനെന്ന്. ഓൻ പോണ ജാടത്തൊക്കെ. അപ്പം അല്ലാഹു അവൻ ലേശം കൊടുത്തു നോക്കും. എന്താ അവനെ മട്ട അറിയാലോ. ഓൻ നന്ദി കൊടുക്കുക, ശുക്ർ എങ്ങണ്ട. ഞാൻ ഓനെ കൊടുത്തിട്ട് ഒരാളിലേക്ക് ആ ശുക്ർ. അപ്പോൾ പറയാം, മമ്പൂർത്ത് പോയതോടി അത് ശരിയായി. ആ തങ്ങളെടുത്ത് പോയ ആ ബീവിന്റെ ജേഴ്സ് കെട്ടി. ഇപ്പൊ പിന്നെ പ്രശ്നമില്ല. പഠിച്ചോ സിഫാക്കി കൊടുത്ത എന്തിന്? ഇവരെ ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു ഒറ്റപ്പിടുത്തം. അതാ ഇസ്തിദ്റാജ്. പക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല, മനസ്സറിയണമെന്നില്ല. ഒന്നാമത്തെ ഘട്ടത്തിന് രോഗം വന്നപ്പോൾ അവൻ ദുആ ചെയ്തവനാണ്. രണ്ടാമതാ രോഗം തിരിച്ചു വരുമ്പോഴോ തോൽക്കാൻ പോലും നിൽക്കൂല. ഈ എലസ് കെട്ടി സോക്കർ ആശ്വാസം കിട്ടി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ അസുഖം തുടങ്ങുന്നുണ്ട് തോന്നിയാൽ തന്നെ വേഗം അന്ന് അവിടെ പോയിട്ടാ മാറി, നമ്മൾ അവിടെ പോയി വെക്കാൻ. പിന്നെ അള്ളാനെ വിട്ടു. പിന്നെ ഒരു അള്ളാൻ ആവശ്യമില്ല. നേരെ അവിടെ ചെല്ല, അത് സാരല്ല, അത് വേറെ ജലസേര, അതുകൊണ്ട് ഒഴിവാക്കിയ പുതിയതര ഒന്ന് പിന്നെ അതിൻ്റെ വാലിഡിറ്റി പുതുക്കി കൊടുക്കുക. വേറെ ജലസ് കൊടുത്ത് ഇത് കെട്ടിക്കുക, അത് സാരല്ല മാറിക്കോളും. ഇതവിടെ വെച്ചോ, എന്തിനു കൊടുക്കുക, ഇതവിടെ വെച്ചോ, ഈ നൂല് കെട്ടിക്കോ, ഇത് മതി. അപ്പൊ അതുമായി ഓൻ പോകുന്ന ഒരു സമാധാനമായി. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഓൻ അള്ളാഹ് ഒഴിവാക്കുന്നു, പിന്നെ അതിലേക്ക് ഏൽപ്പിക്കും. പിന്നെ അവന്റെ സമാധാനം ഫുള്ള് അതാണ്. മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും കയ്യിലും കാലിലും കഴുത്തിലും അരയിലുമെല്ലാം ഏലസും നൂലും കെട്ടി നടക്കുന്നവരായി മാറിയത് ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. യഥാർത്ഥ വിശ്വാസിക്കോ എനിക്ക് എന്ന് രോഗം ഉണ്ടാകണം അല്ലാഹ് കണക്കാക്കിയതാ, എന്ന് രോഗം മാറണം അല്ലാഹ് കണക്കാക്കിയതാ. ആ രോഗം മാറണ്ടേ റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബിനോട് പറഞ്ഞത്, അവന്റെ റസൂലിനോട് പറഞ്ഞത് ചികിത്സിക്കാനാണ്. ആ ചികിത്സ ചെയ്യാം. ചികിത്സിച്ചാൽ രോഗം മാറുന്ന ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. മരുന്നല്ല രോഗം മാറ്റുന്നത്, രോഗം മാറ്റുന്ന അള്ളയാണ്. മരുന്നൊരു നിമിത്തം മാത്രമാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്
അൽഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. റബ്ബേ നീ ശിഫയാക്കണേ, നീയാണ് ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റു ശമനമില്ല അല്ലാഹ്. രോഗം ശിഫയാക്കുന്ന അല്ലാഹയാണ്, മരുന്ന് ശിഫയാക്കൂല. മരുന്ന് ഒരു നിമിത്തം മാത്രം, ഒരു കാരണം മാത്രം. കാരണമുണ്ടായതുകൊണ്ട് കാര്യമുണ്ടാകണം ഒരു നിർബന്ധമില്ല. മരുന്ന് കഴിച്ചാൽ രോഗം മാറും സാധാരണഗതിയിൽ. ഇത് മരുന്ന് കഴിച്ചു രോഗം മാറിയില്ല, എന്നാലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പല രോഗങ്ങളില്ല, മടക്കും ഡോക്ടർമാർ, ഇതൊന്നും ചെയ്യാനില്ല എന്നറിയും. നമ്മൾ ചെയ്യാക്കെ ചെയ്തു, കാര്യം ഞങ്ങൾ കൊണ്ടേക്കൂടി പരിയുന്നോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പം എന്തേ മരുന്നില്ലാത്തതുകൊണ്ടാണോ? അല്ല, മരുന്നുണ്ട്, ഡോക്ടർമാരുണ്ട്, ഒരുപാട് പണം ചെലവഴിച്ചു, പക്ഷേ കാര്യം നടക്കുന്നില്ല. മരുന്ന് രോഗം മാറ്റുകയില്ല, രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് സംവിധാനങ്ങളുണ്ട് രോഗം മാറാൻ. രോഗം രണ്ട് നിലയ്ക്കാ വരിക. എല്ലാ രോഗവും ഒരേ ഗണത്തിൽ കാണാൻ പാടില്ല. ചില രോഗം അള്ളാഹു തആല അവരുടെ ശരീരത്തിലെ ചില സംവിധാനങ്ങളുടെ ഭാഗമായി രോഗം വരാൻ നിശ്ചയിച്ച സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞാൽ വീണാൽ എല്ലൊടിയും ഒരു സിസ്റ്റാണ്. അതോ വീണു എല്ലൊടിഞ്ഞു, അപ്പോൾ അത് പോയി കിട്ടിയാൽ അത് ശരിയായി കിട്ടും, അതിന് വേറൊന്നുണ്ടാവില്ല. അതൊരു ഒരു കാര്യകാല ബന്ധമാണ്. ഒരു വണ്ടി വന്നിടിച്ചാൽ ഒരു പരിക്ക് പറ്റും, കയ്യോ കാലോ ഒക്കെ ഒടിയും, അത് സിസ്റ്റമാണ്. രണ്ട് ഇതേ കാര്യം അല്ലാഹു അവൻ നിശ്ചയിക്കാൻ വേറെ കാര്യം ഉണ്ടാകും. നബി ഞങ്ങൾ പറഞ്ഞു അല്ലാഹു തആല ചില ആളുകൾക്ക് ചില മർത്തബകൾ, ചില മൻസിലുകൾ നിശ്ചയിക്കും. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം അവന് കൊടുക്കണം എന്നല്ലാഹു തീരുമാനിക്കും. പക്ഷേ അവൻ്റെ അമലെങ്ങനെ വെച്ച് നോക്കിയാലും അവർക്ക് എത്താനുള്ള വകുപ്പില്ല. ഓനല്ല 60 വയസ്സ് 70 വയസ്സ് ആയുസ് കൊടുത്തു, തൗഹീദ് കൊടുത്തു, അമൽ ചെയ്യാൻ തൗഫീഖ് കൊടുത്തു. ഓനെ എങ്ങനെ അമൽ ചെയ്തിട്ടും ആ ദറജയിലേക്ക് എത്താൻ മാത്രമില്ല. അപ്പം അല്ലാഹു തആല അവന് ചില പരീക്ഷണം കൊടുക്കും. അവൻ്റെ സമ്പത്തിൽ, അവൻ്റെ സന്താനങ്ങളിൽ, അവൻ്റെ ശരീരത്തിൽ അവൻ അല്ലാഹു തആല പരീക്ഷണം നൽകും. എന്നിട്ട് ഫസബ്ബറഹു അലാ ദാലിക, അത് ക്ഷമിക്കാൻ കഴിവും അല്ലാഹു കൊടുക്കും. അപ്പൊ ഈ രോഗം വന്ന് എന്തിനാണ്? ഓൻ ആ സ്ഥാനത്തേക്ക് എത്തിക്കാനാണ്. അത് ക്ഷമിക്കാൻ കഴിവെന്ന് കൊടുക്കും, ഓൻ ക്ഷമിക്കും. ആ രോഗം വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു. 24 മണിക്കൂറും അവൻ നന്മയുടെ ഏഴിലേക്ക് അങ്ങനെ രേഖപ്പെടുത്തുകയാണ് പ്രതിഫലങ്ങൾ. ദോഷം അങ്ങനെ പൊറുക്കുകയാണ്, അവൻ നന്മകൾ വർദ്ധിക്കുകയാണ്. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, മായുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. ഒരു വിശ്വാസിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കട്ടപ്പാടുകൾ, നിരാശകൾ, ഹത്ത ശൗകത യുശാഖുഹാ, അവൻ ഏൽക്കുന്ന മുള്ളു പോലും അവൻ്റെ ദോഷത്തെ പൊറുപ്പിക്കാതിരിക്കുകയില്ല. അപ്പം അല്ലാഹു വിചാരിക്കും ഓനൊരു 10 കൊല്ലം അവിടെ കിടക്കട്ടെ രോഗിയായിട്ട്. ആ 10 കൊല്ലം കൊണ്ട് നന്മയുടെ തുലാസ് ഭാരമേറും, തിന്മയുടെ തുലാസിലുള്ള എല്ലാ തിന്മയും മാഞ്ഞു പോകും. എന്നിട്ട് അല്ലാഹു അങ്ങനെ മരിപ്പിക്കും. ഇതറിയാത്ത നമ്മൾ പഠിച്ചവനെ ശിഫയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ചിനും അല്ലാഹുവിന് കൂലി കൊടുക്കും. ഓൻ ക്ഷമിക്കും, അതിനും കൂലി കൊടുക്കും. എല്ലാവരും ദ്വാരുന്നു, മിമ്പർമെന്നും ദ്വാരുന്നു, പ്രസംഗത്തിനും ദ്വാരുന്നു, എല്ലാവരും ദ്വാരുന്നു, ഒരു കാര്യമില്ല എന്ന് പറയണ്ടാന്ന്. എല്ലാവരും ദ്വാരുന്നു, പഠിച്ചവനെ ശിഫയാക്കണേ. ഓനെ ശിഫയാക്കിയാലോ ആ സ്ഥാനത്തേക്കോ എത്തൂല. അപ്പൊ അല്ലാഹു ശിഫ കൊടുക്കൂല. പകരം അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിനൊക്കെ പ്രതിഫലം ഓനിങ്ങനെ കൊടുക്കുകയാണ്. അവര് 10 കൊല്ലം സുഖമില്ലാതെ കിടന്നാൽ ഓനി പക്ഷെ സ്വർഗ്ഗം കിട്ടും. അങ്ങനെ അല്ലാഹു ക്ഷമിക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് ആ ദറജയിലേക്ക് അല്ലാഹു എത്തിക്കുന്നതാണ്. ഒരു പക്ഷെ നമുക്ക് രോഗം വന്നത് അതിനു വേണ്ടി ആയിരിക്കാം. ഒരു പക്ഷെ രോഗം വന്നത് ഈമാൻ സംരക്ഷിക്കാനായിരിക്കാം. അടുത്ത കൊല്ലം നമ്മുടെ നാട്ടിലൊരു വിവാദം വരാൻ പോവുകയാണ്. നമുക്കറിയില്ല, അല്ലാഹ്ക്കറിയാം. നമ്മളാണെങ്കിലോ നാട്ടിൽ എന്തുണ്ടായാലും അവിടെയൊക്കെ കയറി ഇടപെടുന്ന മനുഷ്യനുമാണ്. പടച്ച റബ്ബിനറിയാം, അടുത്ത വർഷം വരുന്ന വിവാദത്തിന് ഇവനെ അങ്ങാടിക്ക് എറിഞ്ഞാൽ ഓൻ ചിലപ്പോൾ ഇസ്ലാമിൽ തന്നെ പോകും. അപ്പം റബ്ബ് തീരുമാനിക്കും ഓൻ അങ്ങാടിക്ക് ഇറങ്ങണ്ട, അവിടെ കുഴഞ്ഞെടുക്കട്ടെ, അവിടെ കെടുത്തും പരിയിലോനെ. ഇവിടെ എന്തൊച്ചപ്പാടും ബഹളം ഉണ്ടായാലും ഓനെ എണീക്കാൻ വയ്യ, ഓടെ പരീകൾക്ക് എന്തിനാ? ഓന്റെ ഈമാൻ സംരക്ഷിക്കാൻ. ഇന്ന് ഒരു സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുഹ്ലികഹുമാ
തുഗ്യാനം വകുഫ്റാ ഫഅറദ്നാ. അഥവാ ആ മക്കൾ ആ കുട്ടി ഖിളിർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നൊരു കുട്ടി ഉണ്ടല്ലോ. മൂസാ നബിയും ഖിളിർ സ്വലാമും കൂടി യാത്ര പോകുമ്പോൾ ഒരു കുട്ടിയെ കാണുന്നു. ഖിളിർ സ്വലാം ആ കുട്ടിയെ കൊന്നു കളയുന്നു. മൂസാ നബി ചോദിച്ചു, എന്തിനാണ് ആ കുട്ടിനെ കൊല്ലുന്നത്? എന്തിനാണ് ഒരു പരിശുദ്ധമായ ഒരു ശരീരത്തെ കൊന്നുകളഞ്ഞത്? ഇത് വല്ലാത്തൊരു കാര്യമാണല്ലോ ചെയ്തത്. പിന്നെ രഹസ്യം പലർത്തും. ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിന്റെ ഉമ്മയും ബാപ്പയും മുഅ്മിനീങ്ങളാ. ഈ കുട്ടി വളർന്നു വലുതായി വന്നാൽ ഈ കുട്ടി കാരണമായി അവരെ ഈമാൻ തെറ്റിപ്പോകും. വല്ലാണ്ട് വലുതായി കുറച്ച് കാലം കഴിയുമ്പോൾ നിരീശ്വരവാദിയാവും, ഒരു എക്സ് മുസ്ലിമാകും. ഒരുപക്ഷെ ആ മകൻ കാരണമായി ആ ഉമ്മയും ബാപ്പയും നിരീശ്വരവാദിയായി പോകും. അപ്പൊ അവരെ ഈമാൻ സംരക്ഷിക്കണമോ കുട്ടിയെ സംരക്ഷിക്കണമോ? കുട്ടിയെ സംരക്ഷിച്ചാൽ ഈമാൻ തെറ്റും. ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ കുട്ടി ഒഴിവാകണം. അപ്പൊ അല്ലാഹ് പറഞ്ഞ ആ കുട്ടി വേണ്ട, ഒഴിവാക്കാം, ഓന്റെ ഈമാൻ മതി. അതാ കുട്ടിനെ കൊല്ലാൻ കാരണം. എന്നാലോ റബ്ബ് ബാധ പകരം കൊടുത്തോളും, റബ്ബ് പകരം നൽകിക്കൊള്ളും. അവനേക്കാളും നല്ല പരിശുദ്ധനായ, അവനേക്കാൾ നല്ല കുടുംബബന്ധം ചാർത്തുന്ന ഒരു മകൻ അല്ലാഹു തആല പകരം നൽകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു എന്ന് പറയും ചെയ്തു. ഇത് മനസ്സിലാവാത്ത ഒരു ആ അമ്മാനും ബാപ്പാനും ഭാഗത്ത് ചിന്തിച്ചാലോ? നല്ലൊരു കുട്ടിനെ വെറുതെ ഒന്ന് കൊന്നുകളഞ്ഞു എന്നല്ലേ വിചാരിക്കുക? എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, അതിൽ എൻ്റെ റബ്ബിന് ഖൈർ തീരുമാനിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാലോ? അൽഹംദുലില്ലാഹ്. യാക്കൂബ് ഇസ്ലാമിന്റെ മകൻ നഷ്ടപ്പെട്ടു യൂസുഫിനെ മറ്റു സഹോദരന്മാർ കൊണ്ടുപോയി. അവരെന്തോ ചെയ്തു. അങ്ങ് ചോരയിൽ പൊതിഞ്ഞ കുപ്പായവുമായി വന്നിട്ട് പറഞ്ഞല്ലോ, വാപ്പ ഓളെ ചെന്നായ പിടിച്ചു പോയി. വാപ്പ ഞങ്ങളിങ്ങനെ ഓട്ട മത്സരം നടത്തി, സാധനമൊക്കെ നോക്കാൻ വേണ്ടി യൂസുഫിനെ ഏൽപ്പിച്ചു, ഓളെ ചെന്നായ പിടിച്ചു പോയി. പിന്നെ ഇപ്പം നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ ഞങ്ങൾ പറഞ്ഞാൽ. അങ്ങനെ ഒരു കുപ്പായത്തിന് ചോരയുമായി വന്നിട്ട് പറഞ്ഞതാ വാപ്പ തെളിവുകയാണെങ്കിൽ ചെന്നായ കടിച്ചു കീറിയപ്പോ ആ കുപ്പായം ആകെ ചോര പുരണ്ടിരിക്കുന്നു. യാക്കൂബിന്റെ പ്രതികരണം എന്താ? ഖാലബൽ സവ്വലതുലക്കും അൻഫുസുക്കും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ബൽ സവ്വലതുലക്കും അൻഫുസുക്കും അംറാ, നിങ്ങൾ എന്തോ ചെയ്തതാണ്, നിങ്ങൾക്ക് തോന്നിയ എന്തോ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഫസബ്റുൻ ജമീൽ, സബ്റുൻ ജമീലാണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്താ സബ്റുൻ ജമീൽ? സബ്ർ നമുക്കറിയാം, ക്ഷമ. സബ്റുൻ ജമീൽ എന്താ? ക്ഷമ 4 തരം ക്ഷമയാണ്. എല്ലാ ക്ഷമയും ഒരുപോലെ അല്ല. 4 പൊട്ടിച്ചിട്ട് ഞാൻ ക്ഷമിക്കുക പറഞ്ഞാൽ അത് ക്ഷമ തന്നെയാണ്. 5ാമത്തെ പൊട്ടിച്ചിട്ടില്ല, ഒരു ക്ഷമയാണ്. ആ ക്ഷമ അല്ല എന്നല്ല, പക്ഷേ ഏറ്റവും ടോപ്പ് ക്ഷമക്കാണ് സബ്റുൻ ജമീൽ എന്ന് പറയാം. സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ശക്വാ മഅഹു, ഒരു പരാതി പോലും പറയാത്ത ക്ഷമ. എന്ത് പണിയങ്ങൾ കാട്ടിയത്, എന്തിനാ നിങ്ങൾ ചെയ്തത്, എൻ്റെ മക്കളെ ചെയ്തല്ലോ, ഇത് പറഞ്ഞ് ക്ഷമിച്ചാൽ സബ്റുൻ ജമീലല്ല. ഒരാളോടും ഒരു ആപരാതി പോലുമില്ല, ഒരു പരാതി പോലുമില്ല. ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പരാതികൾ എൻ്റെ റബ്ബിനോട് പറയാം. ആ മക്കളോട് പോലും എന്താ മക്കൾ നിങ്ങൾ എന്ത് പണികൾ കാട്ടിയത് ചോദിച്ചിട്ടില്ല. അതാ സബ്റുൻ ജമീൽ. സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ, ആ സ്വന്തം മകനെ മറ്റുള്ളവരെ കൂടി അപായപ്പെടുത്തുമ്പോൾ സബ്റുൻ ജമീൽ എന്ന് പറയണമെങ്കിൽ പടച്ചോനെ മനസ്സിലാകണം, അല്ലേ മനസ്സിലാവില്ല. ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞു. നാട്ടുകാരെ ഐക്യകണ്ഠേന തീരുമാനിച്ചത് യോഗം കൂടിയിട്ട് ഖാലൂ ഹരിഖൂഹു വൻസുറൂ ആലിഹതകും. ഇബ്രാഹിം ഇസ്ലാമിന്റെ ദഅവത്ത് നാട്ടിൽ ശക്തമാവുകയാണ്. ആരും സ്വീകരിച്ചിട്ടില്ല, കൂടെ ആരുമില്ല. ഇബ്രാഹിമിന്റെ ഒപ്പം കൂടി ആകെ ജേട്ടന്റെ മകൻ ലൂത്ത് അലൈഹി ഇസ്ലാം മാത്രമാണ്, വേറെ ആരുമില്ല. ഒറ്റക്കുട്ടി ഒപ്പല്ല. ആ നാട്ടിൽ ഇങ്ങനെ എന്നും അദ്ദേഹം ദൈവത്തെ തൗഹീദ്. അവസാനം നാട്ടിൽ പറഞ്ഞ് അങ്ങനെ വിടാൻ പറ്റൂതല്ലോ. ഓനൊരു ചെറുപ്പക്കാരൻ ഓങ്ങനെ ഇറങ്ങിക്കുന്ന പോലെ അത് സമ്മതിക്കാൻ പറ്റൂല. നാട്ടിൽ ഒന്നിച്ചുകൂടി എന്താ ചെയ്യുക, ഇബ്രാഹിമിന്റെ ശല്യം അവസാനിപ്പിക്കണം, എന്താ വഴി? പല ചർച്ചകൾ വന്നു. അവസാനം തീരുമാനമായി ഹരിഖൂഹു, അവനെ കരിച്ചു കളയണം. വൻസുറു ആലിഹത്തക്കും, എന്നിട്ട് നമ്മൾ ദൈവങ്ങളെ സഹായിക്കാം.
ഓനെ കത്തിക്കാം. എന്തിന്? ദൈവങ്ങളെ സഹായിക്കാൻ. അതാ പഠിച്ചോ അല്ലാത്ത ദൈവങ്ങളെ പ്രത്യേകത. ആ ദൈവങ്ങളെ നമ്മൾ സഹായിക്കേണ്ടി വരും. അള്ളാഹ്ക്ക് പുറമെ ആരാധന്മാരെ സ്വീകരിച്ചവരെല്ലാം ചെയ്യേണ്ടി വരുന്ന പണി എന്ന് വെച്ചാൽ ആ ആരാധന്മാർക്ക് കാവൽക്കാരനായി ഇവ നിൽക്കേണ്ടി വരും. അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അള്ളാഹ്ക്ക് പുറമെ ഏത് ആരാധന്മാരെ ആര് സ്വീകരിച്ചാലും ശരി, ആ ആരാധകർക്ക് കാവൽക്കാരായി ഇവർ നിൽക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അള്ളാഹു തആല പഠിപ്പിച്ചുവല്ലോ, അള്ളാഹ്ക്ക് പുറമെ അവരുടെ ആരാധന്മാരെ സ്വീകരിച്ചു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. പടച്ചോന് പുറമെ അവർ ആരാധന്മാരെ സ്വീകരിക്കുന്നു. എന്തിന്? ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി. എന്തിനാ ആരാധന്മാരെ സ്വീകരിച്ചത്? നമുക്ക് സഹായം കിട്ടാൻ, നമ്മുടെ രോഗം ശിഫയാക്കാൻ, മുറാദ് ഹാസിലാക്കാൻ, കളഞ്ഞുപോയത് വാങ്ങിത്തരാൻ, ജോലി ശരിയാക്കി തരാൻ, ബുദ്ധിമുട്ട് നീക്കിത്തരാൻ, കുട്ടിയെ തരാൻ, കല്യാണം ശരിയാക്കാൻ. അതിനൊക്കെയാണ് ആരാധ്യന്മാരെ സ്വീകരിച്ചത്. പക്ഷേ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇവർ അവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരായിരിക്കുന്നു. ഒരു ഇലാഹിനെ സ്ഥാപിക്കാം. ഇതാരാ? ഇത് ഖുതുബുസ്സമാന. മറ്റൊരാളാ? ഖുതുബുൽ ഖത്താബ. ഇത് ഗൗസുൽ ആലമാണ്, ഏറ്റവും വലിയ സഹായിയാണ്, കാലഘട്ടത്തിന്റെ അച്ചുതണ്ടാണ്. എന്നിട്ട് മൂപ്പയ്ക്ക് കാവലിക്കുക. നമ്മളെ ഒരു ഖുതുബുസ്സമാന ഉണ്ടാക്കിയിട്ട് ആ ഖുതുബുസ്സമാനെ കാവലിക്കുക. അതാ അല്ലാഹ് പറഞ്ഞത്, ലാ യസ്തതിഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല. വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, ഇവർ അവർക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്ന പട്ടാളക്കാരായി, സൈന്യമായി നിൽക്കുന്നവരായിരിക്കുന്നതാണ്. ഇങ്ങോട്ട് കാവലില്ല, അങ്ങോട്ട് കാവൽ കൊടുക്കുക ചെയ്യാം. അങ്ങോട്ടാ കാവൽ കൊടുക്കുക. പേരോ നമ്മളെ പ്രശ്നം തീർക്കാൻ അവിടെ പോയാൽ മതി. സംഗതിയെല്ലാം ഓർക്ക് നമ്മൾ കാവൽക്കായി നിൽക്കുന്നതാണ്. അതാണ് അവിടെയും ഉണ്ടായത്. ഇബ്രാഹിമിനെ കരിച്ചു കളയാം. വൻസുറു ആലിഹത്തക്കും, എന്നിട്ട് ഇലാഹുകളെ സഹായിക്കാം. നാടൊന്നിച്ച് തീരുമാനിച്ചു. ആ തീയിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ-ബിദായത്ത് വൻ-നിഹായയിൽ ഇമാം ഇബ്നു കസീർ ആ ചരിത്രം വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയാം, നാട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് വിറക് ശേഖരിച്ചത്. നാട്ടിൽ മൊത്തം പ്രഖ്യാപിച്ചു എല്ലാവരും അതിക്ക് വിറക് കൊടുക്കണം. കാരണം ഇബ്രാഹിമിനെ കത്തിച്ചതിൽ എല്ലാവർക്കും വേണം റോള്. കാരണം കഴിഞ്ഞ ശേഷം പിന്നെ അത് ഓരോ പണി നമുക്കത് അഭിപ്രായം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റൂല. അത് നാട്ടിൻ്റെ പൊതുവികാരമാണ്. എല്ലാവരും ഐക്യകണ്ഠനയാണ്. അപ്പം എല്ലാവരും അവനാനെ കഴിവനുസരിച്ച് വിറക് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും വിറക് കൊണ്ടു കൊടുക്കേക്ക് വിറക് ഇങ്ങനെ വന്ന് കൂടാം. ഇബ്നു കസീർ പറയാ, നാട്ടിൽ ആ തീയിനെ വലിയൊരു മഹത്വമുള്ള തീയായിട്ടാണ് മനുഷ്യന്മാരെ കണക്കാക്കി. കാരണം എന്താണ്? ഇലാഹുകളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തീയാണല്ലോ. അത് വലിയ പുണ്യമാക്കപ്പെട്ട തീയാണ്. അങ്ങനെ മാറാ രോഗമുള്ള ആളുകളൊക്കെ ആ തീയിലേക്ക് വിറക് നേർച്ചാക്കിയെന്ന് അൽ-ബിദായത്ത് വൻ-നിഹായ കാണാം. എൻ്റെ സോക്കേട് മാറിയാൽ ആ തീക്ക് എൻ്റെ വകലോട് വിറക് ഓൻ്റെ സോക്കേട് മാറിനാറ്. അത് അള്ളാഹ് മാറ്റിന ഓനെ ടെസ്റ്റ് ചെയ്യാൻ, അല്ല തീയിന് സോക്കേട് മാറുന്നില്ല. അള്ളാഹ് ഓനെ ശിഫ കൊടുത്ത് ഓ എന്താ ചെയ്യാൻ നോക്കാനോ. അങ്ങനെ എല്ലാവരും കൂടെ തീ കുണ്ടാരമൊരുക്കാൻ വേണ്ടി വിറകൊരുക്കുകയാണ്. വലിയ വിറകിൻ്റെ കൂമ്പാരമാണ് നടന്നത്. ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ മാത്രമാണ് ആ നാട്ടിലുള്ളത്. ഒരു ചെറിയ പൊടുതലുണ്ടായി. എന്താ റബ്ബേ കാട്ടുക? നീ ആരോടാ പറയാ? എവിടെ നിന്ന് പോയി സങ്കടപ്പെടുക? ആരോടൊന്ന് പരാതിപ്പെടുക? ഇല്ല. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മതി. ഈ തീയിൽ കത്തിക്കഴിഞ്ഞ് മരിക്കാനാണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. അത് മുടക്കാതിരിക്കാൻ പറ്റും. അതല്ല, ഈ തീയിൽ ഞാൻ കരിയാൻ എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിലോ കരിയുകയുമില്ല. ഹസ്ബി അല്ലാ, എനിക്കല്ലാഹ് മതി. വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹുയാകുന്നു. അങ്ങനെ വലിയ വിറകിന്റെ കൂമ്പാരം ഒരുക്കിയിട്ട് അവിടെ തീ കൊടുത്തു. തീ ആളിക്കത്തി. ദിവസങ്ങൾ, ആഴ്ചകൾ നിന്ന് കത്തിയ തീയായിരുന്നു അത്. ആകാശത്തൂടെ പറന്നു പോണ പക്ഷികൾ പോലും കരിഞ്ഞു വീടുന്നതാണ് ഇതിന് ചൂടുകൊണ്ട്. ഇബ്രാഹിമെ തീയിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ഇടാൻ പറ്റുന്നില്ല. കാരണം ഇടണമെങ്കിൽ അടുത്തേക്ക് എത്തണ്ടേ. അടുത്തേക്ക് അടുക്കാൻ പോലും അത്രയും ദൂരേക്ക് അതിൻ്റെ ചൂടുണ്ട്. അവസാനം ചില ഉപായങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തെ പിടിച്ച് ഒരു പലകയിൽ കെട്ടി ബന്ധിച്ച് മേലെ ഒരു പലപ്പുറത്ത് കേട്ട് അവിടുന്ന് എറിഞ്ഞു എന്നാണ് തഫ്സീറൊക്കെ കാണുന്നത്. അല്ലാഹു അഅലം. ശല്യം കഴിഞ്ഞോ വിചാരിച്ചത്. മലക്കൾ ഒന്നാകെ റബ്ബില ഇബ്രാഹിം കരിക്കപ്പെടുന്നു. ഇല്ല, ഇബ്രാഹിം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. തീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. വിറക് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹ് തീയിലൂടെ പറഞ്ഞു,
ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പായി മാറണം, രക്ഷയായി മാറണം. വഅറാദു ബിഹി കൈദ ഫജഅൽനാഹുമുൽ അഖ്സരീൻ, അവൻ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപായം ഉദ്ദേശിച്ചു, പക്ഷെ നാം അവരെ നട്ടക്കാരാക്കി മാറ്റി, തോറ്റവരാക്കി മാറ്റി. പുറത്ത് പെരുംചൂട്, അടുക്കാൻ വയ്യ. നാട്ടിലേക്ക് സന്തോഷം, ഏതായാലും ഓൻ്റെ കഥ കഴിഞ്ഞല്ലോ. അദ്ദേഹം സ്വസ്ഥമായി തണുപ്പനുഭവിച്ച് നല്ല സുരക്ഷിതമായി ആ തീയിൻ്റെ ഉള്ളിൽ കിടക്കുക. ദിവസങ്ങളോളം മാളിക്കത്തി അവസാനം തീ അങ്ങ് കെട്ടടങ്ങുമ്പോൾ ഒരു രോമത്തിന് പോറേക്കാതെ തിരിച്ചുകൊണ്ട് വരികയാണ്. പടച്ചറബിനെ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ വേജാറില്ല. അല്ലെങ്കിലോ എന്താ കാട്ട്, ഓരൊക്കെ പടം നമുക്കെതിരെയാണ്, എല്ലാവരും കൂടിയിരിക്കണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, റബ്ബേ നീ തന്നാൽ തടുക്കാൻ ആരുമില്ല. ഈ ഒരു ബോധ്യം, ഈ യഖീൻ, അതാ തൗഹീദിന്റെ മർമ്മം. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിംകളെ കുറിച്ച് പരാജയം ഉണ്ടായില്ല. ഉഹദിന് കഴിഞ്ഞു പോകുമ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദ് നമുക്ക് അടുത്ത കൊല്ലം ബദറിന് കാണാം. അടുത്ത കൊല്ലം ബദറിന് കാണാമെന്ന്. ബദർ മുമ്പ് കഴിഞ്ഞതാണ്. 2-ാം വർഷം ബദർ കഴിഞ്ഞു, 3-ാം വർഷം ഉഹദ് കഴിഞ്ഞു. ഉഹദിന് കുറച്ച് പരിക്ക് പറ്റി. ആ പരിക്കൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ അന്ന് മുസ്ലിംകളുടെ നേതാവാണ്. അബൂ സുഫിയാൻ പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു, മുഹമ്മദെ അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാൻ ഉണ്ടോ ചാണ്ട് നോക്കാറിന്. അങ്ങനെ പോയത്. അടുത്ത കൊല്ലമായപ്പോൾ ആ സമയത്ത് മക്കയിലെ മുസ്ലിംകളെ സംബന്ധിച്ച് ഭയങ്കര സാമ്പത്തികമാന്നുള്ള സമയം. കച്ചവടമൊക്കെ പറ്റ ഡൗണായി, കൃഷിയൊക്കെ പ്രയാസമായി, ഒരു യുദ്ധത്തിന് ഒടുങ്ങാൻ പറ്റാവുന്ന യാതൊരു സാഹചര്യവും ഇല്ല. കാരണം ഫണ്ടിറക്കാൻ മനുഷ്യന്മാരെ ഇറക്കാനായിട്ട് പൈസ ഇല്ല. ഒരു യുദ്ധം നയിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ അബൂ സുഫിയാൻ കണക്കൂട്ടി എന്താ ഇപ്പം ചെയ്യുക? നമ്മൾ അന്ന് വലിയ ഊക്കിൽ അന്നത്തെ കാലത്ത് വെല്ലുവിളിച്ചതാണ്. ഇനിയിപ്പം മുഹമ്മദും കൂട്ടനും വന്നാലാണെങ്കിൽ ഓരോ ഏറ്റുമുട്ടാൻ കഴിയൂല. പോകാതെ വന്നാലോ അത് അതിലും വല്ല വശത്തലക. അറബികൾ ഏത് കാലത്തും വാക്ക് പാലിച്ചവരാണ്, അത് ലംഘിച്ചിട്ടില്ല. ഒരു കൊടും മുസ്ലിക്കായ കാലത്തും ചില സംഗതികൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതൊക്കെ വാക്ക് പാലിച്ചിരുന്നു. അവസാനം അബൂ സുഫിയാൻ ചെറിയൊരു പണിയൊപ്പിച്ചു. 2 ആളെ മദിയനത്തേക്ക് പറഞ്ഞയച്ചു, സ്വകാര്യമായി ചാരന്മാരായിട്ട്. അവർ മദിയനത്തിങ്ങനെ കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അങ്ങാടിയിലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കരന്യൂസാണ് പ്രചരിപ്പിക്കുക. മക്കത്തൊരു ബമ്പൻ സൈന്യം വരുന്നുണ്ട്, മദീനത്തേക്ക് വേണ്ടി എല്ലാവരും കൂടെ കൂടിയിട്ട് മദീന ഒന്നാകത്തോടെ ഇല്ലാതാകും, മുഹമ്മദും കൂട്ടരെ ഇല്ലാതാകും, അതിന് മാത്രം വലിയൊരു സൈന്യം അവിടെ ഒരുങ്ങുന്നുണ്ട് എന്നിങ്ങനെ 2 ആൾ അങ്ങാടി ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി പറയാം. അബൂ സുഫിയാൻ കൂട്ടി ഇതെങ്കിലും കേട്ട് പേടിച്ചിട്ട് പിന്നെ മുഹമ്മദ് കൂട്ടരും വരൂല, അപ്പോൾ രക്ഷപ്പെടില്ലോ. എന്നിട്ട് ചെറിയൊരു ടീമിനെയും കൊണ്ട് അബൂ സുഫിയാൻ മക്കത്തുനിന്ന് പുറപ്പെട്ടും ചെയ്തു. ഒരു ദേശമാണ് പോയിക്കാണ്ട് വെറുതെ 2 ദിവസം അവിടെയും ഇവിടെ കറങ്ങി തിരിച്ചിട്ട് പോകുന്നത്. എന്ത് മുഹമ്മദ്, അവിടെ ഒരു മുഹമ്മദും ഇല്ല, ആരുമില്ല, ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചാണ്ട് പോയി. അപ്പോൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നതുമില്ല. മുഹമ്മദും കൂട്ടരും വാക്ക് പാലിച്ചുള്ള പേരുമായി, സംഗതി മേലെ വെക്കലുമായി. അത് അബൂ സുഫിയാൻ ചെയ്ത അന്നത്തെ യുദ്ധതന്ത്രം. നബിയങ്ങളാണെങ്കിൽ വാക്ക് പാലിച്ചുകൊണ്ട് സ്വഹാബത്തിനെയും കൂട്ടി ബദറിലേക്ക് പോന്നു. അപ്പം മദീനത്താണെങ്കിൽ ഭയങ്കര സംസാരം, എവിടെ ചെന്നാലും. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ മക്കത്തുനിന്നൊരു പമ്പൻ ടീം വരുന്നുണ്ടല്ലോ, അവിടെ ഭയങ്കര ഒരു ഒരുക്കമുണ്ടത്രേ. അതാ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ പറഞ്ഞത്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ പറഞ്ഞവരോട്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങളെല്ലാം ഇതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടുന്നുണ്ട്, പേടിക്കണട്ടോ എന്ന് ആളുകൾ പറഞ്ഞ രംഗം. പേടിച്ചില്ല എന്ന് മാത്രമല്ല, ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഒരു പറഞ്ഞ ആര് വന്നോട്ടെ നമുക്ക് എന്താണ്, ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയാവിന് അല്ലാഹയാകുന്നു. നബിയും സഹാബത്തും ബദർക്കിന് വന്നപ്പോൾ അബൂ സുഫിയാനും ഇല്ല, ഒന്നുമില്ല, ആരുമില്ല. അവിടെ അങ്ങനത്തെ വിഷയമില്ല. ആ പറഞ്ഞു കേട്ട സൈന്യവുമില്ല, ഒരാളും വന്നിട്ടുമില്ല. ബദറിൽ വന്നപ്പോൾ അവിടെ നല്ല കച്ചവടം നടക്കുക. അപ്പോൾ 2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ട് കച്ചവടമൊക്കെ നടത്തി, നല്ല ലാഭം കിട്ടി, തിരിച്ചാണ് പോയി. അന്നത്തെ കച്ചവടത്തിൽ പെരും ലാഭം കിട്ടി. അങ്ങനെ വമ്പൻ ലാഭവുമായി അവർക്ക് മടങ്ങിപ്പോകാൻ പറ്റി. ആ ബോധ്യമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എന്താ പഞ്ഞി കാട്ടഞ്ഞ് എവിടെ ചെല്ല, ആരോടാ പറയാ, ഇങ്ങനെ നിൽക്കുക. ഈ ബേജാറിനെയാണ് ഇവിടെ പൗരോഹിത്യം ചൂഷണം ചെയ്യുന്നത്. അവിടെയാണ് ഉറുക്കും ജാലസും മന്ത്രങ്ങളും ഈ വക എല്ലാ എടാകൂടങ്ങളും കയറി വരുന്നത്. അവിടെയാണ്
നേരെ മറിച്ച് റബ്ബിൽ തവക്കുലാക്കുക. റബ്ബിന്റെ തീരുമാനം, റബ്ബിന്റെ നിർദ്ദേശം എന്താണോ അത് പ്രകാരം മുന്നോട്ട് പോവുക. അതിന് ബേജാറില്ല. അതിന് എന്ത് വന്നു, എന്താ പ്രശ്നം? അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായി കഴിഞ്ഞു. 14 കൊല്ലം. അന്ന് വഹയുണ്ട്, അന്ന് മുഅ്ജിസത്തുണ്ട്, അന്ന് ജിബ്രീൽ വരുന്നുണ്ട്, ജിബ്രീലിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊടുത്ത കഴിവെന്ന് സഹായിക്കും, കറാമത്തോട് സഹായിക്കുന്നതാണ് പറയുന്നത്. ഇത് മുഅ്ജിസത്തുള്ള സമയത്താണ് രോഗിയായി കഴിയുന്നത്. 14 കൊല്ലക്കാലം. അസുഖം മാത്രമല്ല, സന്താനങ്ങളെല്ലാം നഷ്ടപ്പെട്ടില്ല, മരിച്ചുപോയി. സമ്പത്ത് മൊത്തം തകർന്നുപോയി. ഭാര്യമാർ അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി. ഒരു ഭാര്യ മാത്രം കൂടുന്നു, ബാക്കി ഭാര്യമാരൊക്കെ പോയി. മൊത്തം സമ്പത്ത് പൊളിഞ്ഞു. പാപ്പരായി, മക്കളൊക്കെ മരിച്ചു, ഒന്നുമില്ല. അവസാനം പട്ടിണിയായി. ആരൊരു നബി, വഹയുള്ള നബി, മുഅ്ജിസത്തുള്ള നബി, ജിബ്രീലിനെ കാണുന്ന നബി. ഞാൻ ജിബ്രീൽ ഇസ്ലാം വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ജിബ്രീൽ പഠിച്ചോ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, എന്താ ഇപ്പം എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടങ്ങാറാക്കുന്നത്, എന്താ റബ്ബ് കണ്ടിട്ടുള്ളത്? ഇല്ല, ചോദിച്ചിട്ടില്ല. അവസാനം ഭാര്യ പണിക്ക് വന്നു തുടങ്ങിയ നാൾ വീട് വിടാൻ തന്നെ കയറി ജോലി ചെയ്യും. പക്ഷെ ഭർത്താവിനിട്ട് പോകാൻ പറ്റിയ പ്രശ്നമാണ്. ഭർത്താവിനെ തോളിലേറ്റി ഭാര്യ പോകും. എന്നിട്ട് ജോലി ചെയ്യുന്ന വീടിൻ്റെ പരിസരത്ത് കാണുന്ന ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഭർത്താവിനെ കിടത്തും. എന്നാൽ ആ പരിയിൽ പോയിട്ട് പരിയിൽ അടുക്കളപ്പണി എടുത്തു കൊടുക്കും. അവിടെ എന്തെങ്കിലും ഭക്ഷണം കിട്ടും, ആ ഭക്ഷണവുമായി വന്ന് ഭർത്താവിന് തിന്നാൻ കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ പാടെ പ്രചരിച്ചു, ആ പണിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഓളെ മാപ്പിളക്ക് എന്തോ സോക്കലുണ്ട്, ഓളെ പരിയിൽ കടുപ്പിക്കണ്ടെന്ന്. എന്തോ ഒരു മാരാരോഗമുണ്ട്. അതുകൊണ്ട് ആ പണി നിന്നു. അതുണ്ടായില്ല. എന്ത് ചെയ്യും, വല്ലാത്ത പ്രയാസം. അന്ന് മുടി വലിയ കച്ചവട വസ്തു അക്കാലത്ത്. അയ്യൂബിയുടെ ഭാര്യയ്ക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു. ഒരു മുടിയുടെ ഭാഗം മുറിച്ചെടുത്ത് അത് വിറ്റു എന്നിവരെ തഫ്സീറുകളിൽ കാണാം. അയ്യൂബ് അലൈഹി സ്വലാം ഒരു പരാതി പറയാൻ പോയില്ല. എന്തേ പഠിച്ചവനെ എങ്ങനെ ചോദിച്ചില്ല. ഒരു ആക്ഷേപമില്ല, ഒരു വേവലാതിയില്ല. അവസാനം അല്ലാഹു തആല 14 കൊല്ലത്തിന് ശേഷം രോഗം ശിഫയാക്കി കൊടുത്തു. സന്താനങ്ങൾ വീണ്ടുമുണ്ടായി, സമ്പത്ത് വീണ്ടുമുണ്ടായി, എല്ലാം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അല്ലാഹ് നമ്മോട് പറഞ്ഞു, വഅയ്യൂബ ഇദ് നാദാ റബ്ബ. അയ്യൂബിനെ ഓർക്കണട്ടോ, മറക്കാൻ പറ്റൂല. വഅയ്യൂബ, അയ്യൂബിനെ ഓർക്കണേ, ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് ദുആ ചെയ്ത ആ സന്ദർഭം ഓർക്കണേ. ഇങ്ങനെയൊക്കെ വന്നിട്ടും അള്ളാഹിനെ പറ്റി മോശം പറഞ്ഞില്ല. നമ്മളോ ചെറിയ പ്രശ്നം വന്ന പരീക്ഷണം വന്ന അപ്പോഴേക്ക് എന്താ റബ്ബേ പഠിച്ചോനെങ്ങനെ, ഞാൻ എങ്ങനെയൊക്കെ നടന്നിട്ടും, ഞാൻ പള്ളിക്കമ്പത്തിൻ്റെ ഭാരവായ, ഞാൻ ഷാഹിം മണ്ഡലം ജില്ലയിലുള്ളവനാ, ഞാൻ തൗഹീദുള്ളവനാ, എന്നിട്ട് എന്താ ഇപ്പം അല്ല എന്നോട് ഇങ്ങനെ. അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. ഇബ്രാഹിം നബിക്ക് 90-ാമത്തെ വയസ്സിലാണ് കുട്ടി ഉണ്ടായത്. 90-ാമത്തെ വയസ്സ് അതുവരെ പ്രാർത്ഥിക്കുകയാണ്. 90-ാം വയസ്സും പ്രാർത്ഥിക്കുക, പഠിച്ചോനെ സ്വാലിഹായ സന്താനത്തിന് നൽകണേ. 90-ാം വയസ്സിൽ ദോരിക്കണമെങ്കിൽ അള്ളാഹിനെ എത്ര മനസ്സിലാകണം. നമുക്ക് 90 വയസ്സ് വരെ കുട്ടികളുണ്ടായില്ല. നമുക്ക് 90-ഉം ഭാര്യയ്ക്ക് 85-ഉം ആയി. രണ്ടാളും വടിയും കുത്തിപ്പിടിച്ച് പല്ലും പോയി ചുക്കിച്ചുളിഞ്ഞ് പരി കുത്തിറക്കുമ്പോൾ നമ്മളൊരു വേണ്ടപ്പെട്ട ഉസ്താദോ ആരെയും വന്നു, സാരല്ല കുട്ടികളൊന്നും ഞങ്ങൾ ദ്വാരിക്ക്, സാരല്ല എന്നറിയ എത്ര സഞ്ചത്ത് ദ്വാരിക്കാൻ, എനിക്ക് 90 ആയി, നോക്കി 85 ആയി, ഇനിയിപ്പം ദ്വാരിക്കാൻ അതൊക്കെ കഴിഞ്ഞേരിയെന്നറിയും. ആ പ്രായത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അന്നല്ല കുട്ടിനെ കൊടുത്തു മാത്രമല്ല, 2 എണ്ണം കൊടുത്തു. ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നബി അലൈഹിമുസ്സലാം കൊടുത്തുവെന്ന് മാത്രമല്ല, ആ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് ഇസ്ലാം നബിയായി, യാക്കൂബിന്റെ മകൻ യൂസുഫ് ഇസ്ലാം നബിയായി. ആ പരമ്പരയിൽ പിന്നെ 1000-ലേറെ അമ്പിയാക്കളുണ്ടായി. ആ പരമ്പരയിലാണ് മൂസാ നബി, ആ പരമ്പരയിലാണ് ഈസാ നബി, ആ പരമ്പരയിലാണ് യഹ്യാ നബി, ആ പരമ്പരയിലാണ് ഹാറൂൻ നബി, അതിലാണ് സക്കരിയ നബി, അതിലാണ് ഇല്യാസ് നബി. 1000-ലേറെ അമ്പിയാക്കന്മാർ ആ സന്താന പരമ്പരയുണ്ടായി. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ അവസാനം മുഹമ്മദ് നബിയും ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങൾ 90-ാം വയസ്സിൽ കുട്ടിനെ കൊടുത്തപ്പോൾ ഒരു കുട്ടി മാത്രമല്ല, ആ മക്കളുടെ സന്താന പരമ്പരയിലൂടെ 1000-കണക്കായ അമ്പിയാക്കൾ വന്നു. അത്ര വലിയ ബറക്കത്ത് കിട്ടിയ കുടുംബം വേറെ ഏതാ? അതാ നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. പഠിച്ചോളെ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും
നീ ബർക്കത്ത് കൊടുത്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് കൊടുക്കണേ. കാരണം ആ ബർക്കത്ത് വലിയ ബർക്കത്താണ്. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കിട്ടിയ ബർക്കത്ത് മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആ ബർക്കത്തിന്റെ ഭാഗമാണ് മുഹമ്മദ് നബിയും. അത്ര വലിയ നേട്ടമാണ് ഉണ്ടായത്. നമ്മൾ ആലോചിക്കുമ്പോഴോ 90-ാം വയസ്സിൽ കുട്ടിനെ കൊടുത്ത് അല്ലാക്കുന്ന അപ്പം 40-ാം വയസ്സ് കൊടുത്തേക്കാണെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മൾ തോന്നൂലേ? പക്ഷേ ഇബ്രാഹിം നബിക്കതില്ല. 90-ാം വയസ്സിലും പ്രാർത്ഥിക്കുക, പഠിച്ചവനെ സ്വാലിഹായ സന്താനത്തിൽ കഴിഞ്ഞു. ഞാൻ അന്ന് കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിലോ ദുആ വെറുതാവോ? ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ട് മരിക്കോളം കുട്ടി ഉണ്ടാലോ കഴിക്കാം, എന്നാലും ലാഭമാണ്. എൻ്റെ ദുആ വെറുതായി എന്ന് പറയാൻ പറ്റില്ല, അള്ളാഹ് കൂലി കൊടുക്കും. സമാനമായ അനുഭവമല്ലേ സക്കറിയ നബിക്കും. കഫായ അഈൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽഅൽമു മിന്നി വസ്തഅല الرأس ശൈബാ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. സൂറത്ത് മറിയമിന്റെ ആദ്യ വചനങ്ങളാണ്. കഫായ അഈൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കറിയ. നിന്റെ റബ്ബ് അവന്റെ അടിമയായ സക്കരിയാക്ക് കൊടുത്ത റഹ്മത്ത് ഓർക്കണേ. കണ്ടോ ആ പ്രയോഗം കണ്ടെങ്കിൽ നബിയോട് പറയും, നിന്റെ റബ്ബ് അവന്റെ അടിമയായ സക്കരിയാക്ക് കൊടുത്ത റഹ്മത്ത് നീ ഓർക്കണേ. എപ്പോ? ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, പടച്ചവനോട് സ്വകാര്യമായി പ്രാർത്ഥിച്ച സന്ദർഭം. നരമ്പിളിയും കൂട്ടിയിട്ടില്ല, ഒച്ചമ്പാലുണ്ടാക്കിയിട്ടില്ല, വിളിച്ചു കൂവിയിട്ടില്ല. നിദാഅൻ ഖഫിയ, സ്വകാര്യമായ സംഭാഷണം അല്ലാഹുവിനോട്. എന്താ പറഞ്ഞത്? പടച്ചവനെ എല്ലൊക്കെ ബലം കുറഞ്ഞു പോയി, തലൊക്കെ നരച്ച് തിളങ്ങി റബ്ബേ, കുട്ടികളായിട്ടില്ല. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, പഠിച്ചു നിന്നോട് ദുആയിരുന്നിട്ട് എനിക്ക് മടുത്തിട്ടില്ല, നിന്നോട് ദുആയിരുന്നിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല റബ്ബേ. സംഗതി തലൊക്കെ നരച്ച് തിളങ്ങുന്നുണ്ട്, എല്ലുകളെല്ലാം ബലമില്ലാതായിട്ടുണ്ട്, പക്ഷേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പില്ല റബ്ബേ. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ. എൻ്റെ ശേഷം ഈ ദീനക്കാരെ നടത്താൻ ചെറിയ ബേജാറ് എനിക്കുണ്ട്. ഞാനങ്ങ് വഫാത്തായി പോയാൽ ആരാ ഈ നാട്ടിൽ തൗഹീദ് പറയാം? ആരാ ഈ നാട്ടിൽ ദഅവത്ത് നടത്തുക? ആരാ അവിടെ ദീൻ പ്രചരിപ്പിക്കുക? അതിൽ ബേജാറുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, പ്രസവിക്കാത്ത പെണ്ണാണ്. എന്നാലും റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകണേ. കണ്ടോ, ആ പ്രായത്തിൽ ദോർക്കണമെങ്കിൽ അല്ലാഹനെ മനസ്സിലാകണം. അല്ലാഹ് ഉത്തരം കൊടുത്തു. യഹ്യ എന്ന കുട്ടിയെ അല്ലാഹ് കൊടുത്തു. കുട്ടിയുടെ പേരടക്കം അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തു. അതാണ് പടച്ച റബ്ബിൻ്റെ ഇടപെടൽ. അപ്പം നമ്മൾ പലപ്പോഴും ഈ കാരണങ്ങളെയാണ് അവലംബിക്കുന്നത്. അത് സാരമില്ല, അവിടെ എത്തിക്കുന്നത്, ആ ഡോക്ടറെ പോയിട്ടുണ്ട്, ആ മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ഡോക്ടറാണ്, ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ്, അതൊക്കെ സമാധാനത്തിൽ നല്ല. പക്ഷേ അതിലല്ല ആശ്രയിക്കേണ്ടത്, അതിലല്ല അവലംബിക്കേണ്ടത്. ആശ്രയം പടച്ച റബ്ബിലാണ്. റബ്ബ് കണക്കാക്കിയതേ ഉണ്ടാവും. അങ്ങനെയൊക്കെ ദുആയിരുന്നിട്ടും കുട്ടികളുണ്ടായില്ലെങ്കിലോ അൽഹംദുലില്ലാ, എനിക്ക് കുട്ടിയില്ലാത്തവൻ ഖൈറ്. മറ്റൊന്നൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനുഷ്യൻ ടെൻഷനാവും. മകളെ വിവാഹം അന്വേഷിക്കാൻ തുടങ്ങി. അതൊക്കെ വലിയ പ്രതീക്ഷയും നമ്മൾ വലിയ തറവാട്ടേരാണ്, അവൾ അത്യാവശ്യം ചൊടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് കല്യാണം കഴിഞ്ഞാൽ ശരിയാവുന്നൊക്കെ വിചാരിച്ച് നടന്ന് പിന്നെ ഇങ്ങനെ 2 വന്നു, 3 വന്നു, 4 വന്നു, 10 ആയി, 15 ആയി, 20 ആയി, എന്നൊക്കെ വന്നിങ്ങനെ പോകുന്നല്ല, ശരിയാകണില്ല. അപ്പോഴേക്ക് തുടങ്ങി ബേജാറ്. പിന്നെ നമ്മൾ അന്വേഷിക്കുക, എന്താ പ്രശ്നം? അപ്പം ആ മറ്റോ മുടക്ക സംശയം, ഇവൻ മുടക്കാണ്. പിന്നെ അടുത്ത അഡ്രസ്സൊക്കെ പറയുന്നത് ഇതിലെ വന്നിട്ട് മറ്റേ റോട്ടിൽ വന്നു പഠിക്കുക. ഇവിടെ പിന്നെ മുടക്കാൻ ആളുണ്ട്. ചില അങ്ങാടി കാണാൻ വലിയ ബോർഡ്, കല്യാണം മുടക്കിയുള്ള ശ്രദ്ധക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നിശ്ചയിച്ച കല്യാണം മുടക്കാതിരിക്കാൻ പറ്റുക? അല്ലാഹ് മുടക്കി കല്യാണം നടത്താനായിരിക്കാൻ പറ്റുക? ഇപ്പം എന്തിപ്പോ മുടക്കിയത്? അത് നമ്മൾ ദുആന്റെ ഉത്തരാണ്. മകൾക്ക് വിവാഹപ്രായമാകുമ്പോഴേക്ക് ഉമ്മാനെയും ബാപ്പാനെയും പ്രാർത്ഥനയുണ്ട്, പഠിച്ചോരേ ഈ മകൾക്ക് സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണേ. നമ്മൾ അന്വേഷിച്ചപ്പോൾ നല്ല സ്വാലിഹായ അഡ്രസ്സ് കിട്ടി. നല്ല മുജാഹിദാണ്, വിസ്തമാണ്, എല്ലാം കൊണ്ട് ഉഷാറാണ്, സംഗതി ഒക്കെ വെക്കും, തിരക്കിടില്ല, നടന്നു കിട്ടിയാൽ തിരക്കില്ല, അമ്മക്കുണ്ട്. കാരണം സ്വാലിഹാണ്. നമ്മൾ അല്ലാഹനെ ചോദിച്ചതോ സ്വാലിഹായ ഭർത്താവ്. അല്ലാഹ്ക്കറിയാം 10 കൊല്ലം കഴിഞ്ഞാൽ ഓൻ ചപ്പ ഇസ്ലാമെന്ന് പോകുള്ളവനാ. ഇപ്പോൾ സ്വാലിഹാണ്, 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു പക്ഷം പഴിച്ചു പോകും, മതം തന്നെ ഒഴിവാക്കി പോകും. അവിടെ നമ്മളെ മോളെ കെട്ടിച്ചെടുത്താൽ നമ്മളെ മോളും എന്ന് കാഫിറായി പോകും. നമ്മൾ ചോദിച്ചതോ പഠിച്ചോനെ സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കുക. നമ്മുടെ കണ്ണിൽ ഇത് സ്വാലിഹ, അല്ലാഹ്ക്കറിയാം ഒപ്പം സ്വാലിഹാണെങ്കിലും ഓൻ എന്തും സ്വാലിഹല്ല.
അപ്പൊ ഇവന്റെ ദുആക്കൾ ഉത്തരമായിട്ട് ആ കല്യാണം മുടങ്ങണം. നമ്മൾ അന്വേഷിച്ചാൽ മുടങ്ങൂല. കാരണം എന്താണ്? തറവാടോട് വെക്കുന്നുണ്ട്, സമ്പത്തോട് വെക്കുന്നുണ്ട്, അതേപോലെ ഏജ് വെക്കുന്നുണ്ട്, ഡിഗ്രി വെക്കുന്നുണ്ട്, എല്ലാം ഒക്കെ ആവശ്യം ഒന്നാണ്, ഒറ്റ സംഘടന ഒക്കെ റെഡിയാണ്. എന്താ പ്രശ്നം? വന്ന് കണ്ട് പറ്റും ചെയ്തു, പിന്നെ മുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അല്ല മറ്റൊന്നെ ഏൽപ്പിച്ച് അയൽവാസി ഇടാതെ മുടക്കിക്കാളെ എന്നോട് സ്വാലിഹായ ഭർത്താവ് ചോദിച്ചതാണ്, ഇതതിന് പറ്റൂല. അപ്പോൾ എന്തേന്ന് പറയാ, ഇങ്ങൾക്ക് പതേ കിട്ടിയില്ല, വേറൊന്നും കിട്ടിയില്ല. ചോദിക്കുക, അത്രേ ഉള്ളൂ. അത് മുടങ്ങി. അങ്ങനെ ഒരുത്തം മുടക്കുക, ഏൽപ്പിക്കേണ്ട വല്ല സമ്മാനം കൊടുക്കുക എന്നല്ലാതെ പറഞ്ഞ ചെയ്യേണ്ടത്. എൻ്റെ മകൾ എന്ന് വിവാഹിതയാകണം, എൻ്റെ റബ്ബിന് തീരുമാനമുണ്ട്. അതിനൊരു ദിവസം അപ്പുറത്തേക്കും പോകൂല, അതിന് മുമ്പൊരു ദിവസം നടത്താനോട്ട് കഴിയുകയുമില്ല. ഇനി കല്യാണം കഴിഞ്ഞു, ഓള് ഭർത്താവിനൊപ്പം ജീവിക്കുകയില്ലേ? റബ്ബിനറിയാം. സഹോദരി, ഇതിനേക്കാളും നിർഭയത്വം വേറെ ഇവിടെ കിട്ടുക. വീട്ടുമുറ്റത്ത് ഒരു മാങ്ങയണ്ടി നട്ടു കുഴിച്ചിടുമ്പോ ഇത് കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് തീരുമാനിച്ചു വെച്ച കാര്യമാണ്. ഞാനിവിടെ കുഴിച്ചിടും, അത് മുളക്കൂലാൻ അല്ലാഹ് തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ മുളക്കും പക്ഷെ വലുതാവൂല, വലുതാകും പക്ഷെ കായ്ക്കൂല, കായ്ക്കും പക്ഷെ തിന്നാൻ കിട്ടൂല, അല്ലെ പഴുക്കും പക്ഷെ തിന്നാൻ ഓനുണ്ടാവൂല. അത് അല്ലാഹ് തീരുമാനിച്ചതാണ്. ഇത് മനസ്സിലാവാഞ്ഞാലോ അതിങ്ങനെ പൂവിടുമ്പോഴേക്ക് അർത്ഥ ചരടുണ്ടാക്കി ഇട്ട് അത് മറ്റൊന്ന് നോക്കിയാൽ ചിലപ്പോൾ കൊഴിഞ്ഞാടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരും നോക്കൂല. പിന്നെ ഓരോ സമാധാനം ഈ നൂലുമ്പിലാണ്. വെള്ളം കൊടുക്കുന്നു, വളം കൊടുക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു നൂലവിടെ വെച്ചു, അല്ലെങ്കിൽ കരിങ്കണ്ണ നോക്കൂ, അല്ലെങ്കിൽ ചട്ടി കൗത്തിക്കാം, എന്തെങ്കിലും അവിടെ കെട്ടിട്ടാൽ പിന്നെ സമാധാനമായി. നോക്കി ചെറുണ്ടാകുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. നോക്കി ചെറുണ്ടായിരിക്കാം, അത് പഠിച്ചവന്റെ ഖദറാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവോട് പറയാം, പഠിച്ചവനെ ആക്ഷേപകരമായ എല്ലാ കണ്ണിന്റെയും ഷർറിൽ നിന്ന് നിന്നോട് ഇതാ കാവലിനെ തേടുന്നു. ഫലക്കിന്റെ റബ്ബ്, പുലരിയുടെ പ്രഭാതത്തിന്റെ റബ്ബ്, അവനോട് ഇതാ കാവലിനെ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന്. അല്ലാഹ് പടച്ച എല്ലാം, അല്ലാഹ് പടക്കാത്ത വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഓന്റെ കണ്ണും അല്ലാഹ് പടച്ചതാണ്. അതുകൊണ്ട് റബ്ബേ, നീ സൃഷ്ടിച്ച ഏതെല്ലാം സൃഷ്ടിയുടെ എന്തെല്ലാം ഷർറ് വരാനുണ്ടോ ആ മുഴുവൻ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അതാ നബി ഞങ്ങൾ പഠിപ്പിച്ച മാതൃക. അല്ല അവിടെ ചട്ടി കുത്തിക്കാനല്ല, കരിങ്കണ്ണ നോക്കുവെടുക്കാനല്ല. അത് നബി ഞങ്ങളെ പഠിപ്പിച്ചതല്ല. അത് മറ്റേ ബേജാറാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീടിൻ്റെ പുറത്തുനിന്ന് ഒരു കോഴിമുട്ട കിട്ടി, 4 കുത്തിവെച്ച കളം വെച്ച കോഴിമുട്ടയാണ്. അയ്മോ ബേജാറായി. അതൊരുത്തരും മെല്ലെ പോവുക. ഇനിയിപ്പോൾ എവിടെ പോയി വെക്കുക? ആ മറ്റവനെ വിളിച്ചു ഓൻ പറയും, അവിടെ പോയിക്കുക, അവിടെ മറ്റേ ബീവുണ്ട്, ഇവിടെ മറ്റേ തങ്ങളുണ്ട്, അവിടെ പോയാൽ മതി, അവിടെ കൊണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്ത ആ സാധനം. അത് ബേജാറാകണ്ട, ഇത് അവിടെ വെച്ചോ. എന്തേലും ഒരു നൂലൊന്നു അതും കൊണ്ട് പോകുന്നു, 500 റുപ്യയുടെ കൊടുത്തു പോകുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് കാത്തിക്കാൻ മറ്റവനവിടെ. ഇങ്ങനത്തെ എല്ലാ ചികിത്സയും ചെയ്യുന്ന ഒരു ഉസ്താദ് പിന്നെ തൗഹീദൊക്കെ മനസ്സിലായി തട്ടിപ്പും വെട്ടിപ്പും നിർത്തി അധ്വാനിക്കാൻ തുടങ്ങി മുജാഹിദായി മാറി. അപ്പോൾ ഒരിക്കൽ മൂപ്പരെ കൂടെ യാത്ര, മൂപ്പരിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും അന്ന് ഓരോരുത്തരെ പറ്റിച്ചത്. രാത്രി 12 മണിക്ക് പെരി ബെല്ലടിക്കുക. അപ്പം ജനലെക്കൂടി നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ താത്തയാണ്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞത് പോയി നോക്കി എന്താന്ന്. ഓള് വാതിൽ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു, അവിടെ അടുക്കളൻ്റെ അപ്പുറത്തൊരു പാമ്പുണ്ട്, ഉസ്താദോട് എന്തോ ചെയ്തു തരാൻ പറയാൻ. അപ്പം രാത്രി 12 മൂപ്പരാണ് ശേഷം ഉറങ്ങിയ മൂടിലേക്കാണ്. 30 പ്രാവശ്യം വെള്ളം കൊടുത്ത് പറഞ്ഞു, ഇത് അവിടെ ഒഴിക്കാൻ പറഞ്ഞാടി, പാമ്പിനോട് ഇന്നാണ്ട് വെരുത്തണ്ടെന്ന് പറഞ്ഞാടിയാണ്. പാമ്പിനോട് പറയാ ഉസ്താദിനോട് വെരുത്തണ്ട പറഞ്ഞേക്കണ്. താത്ത വെള്ളം കൊണ്ടുപോയി അവിടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന് വെരുത്തണ്ട പറഞ്ഞേക്കണെന്ന്. പിന്നെ പാമ്പിനെ കണ്ടില്ല. പിന്നെ രാവിലെ താത്ത ഒരു 500 റുപ്യം കൊണ്ട് ആ ഉസ്താദെ വലിയ കിട്ടലായി പോയി നിങ്ങളാ പറഞ്ഞതുകൊണ്ട് അതാണ് ഒഴിഞ്ഞു പോയി കിട്ടി. ഇതാണ് കൗമിൻ്റെ അവസ്ഥ. ഇയാൾ പറയാൻ ഞാൻ 500 റുപ്യം വാങ്ങിയിട്ട് ഞാനും പെണ്ണുങ്ങളും കുറേ ചിരിച്ചു എന്നാണ് അന്ന് ആ കാലത്ത്. സഹോദരങ്ങൾ അങ്ങനൊന്നുമില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ച കാര്യങ്ങൾ അങ്ങനെ നടക്കും. അത് നമ്മോട് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, നമുക്ക് ചെയ്യാം. നബി ഞങ്ങളെ പറഞ്ഞ അല്ലാഹ് ഏത് രോഗമിറക്കിയാലും മരുന്ന് മറക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഏത് രോഗമിറക്കിയാലും അതെല്ലാം മരുന്ന് മറക്കിയിട്ടുണ്ട്. ഫതദാവൂ, നിങ്ങൾ ചികിത്സിക്കുവീൻ. വലാ തതദാവൂ ബിൽ ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല.
ഞാൻ ഹറാമുള്ള ചികിത്സ ചിലപ്പോൾ മാറിയേക്കാം, വേണ്ട, നമുക്കിത് വേണ്ട. ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ സുഖപ്പെടും അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം. കണ്ടോ, ചികിത്സ കിട്ടിയാൽ മാത്രം മാറൂല, ചികിത്സ കിട്ടണം റബ്ബിന്റെ അനുമതി ഉണ്ടെങ്കിൽ അത് സുഖപ്പെടും, ഇല്ലെങ്കിലോ ചികിത്സ കിട്ടിയാലും മാറൂല. ഇനി ഇതിലുണ്ട് ചികിത്സ കിട്ടിയില്ല എന്നാലും മാറും ചെയ്യും. പടച്ച റബ്ബിന്റെ ഉദ്ദേശമാണ് നടക്കുന്നത്. നമുക്ക് ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹ് ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ റബ്ബ് ഉദ്ദേശിക്കണം. അല്ലാഹ് ഉദ്ദേശിക്കാതെ നമുക്ക് കാര്യം വിചാരിക്കാൻ പോലും പറ്റൂല. അതാണ് നമ്മുടെ ദുർബലാവസ്ഥ. ആ റബ്ബിലേക്ക് പൂർണ്ണമായി മടങ്ങാൻ സഹോദരന്മാരെ നമുക്ക് പറ്റണം. അതിനാണ് വിടുമ്പോഴാണ് നേരത്തെ പറഞ്ഞപ്പോൾ ഈ വക എല്ലാ ആത്മീയ ചൂഷണം ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഉറുക്കില്ല, അങ്ങനത്തെ ഏഴസുമില്ല, അങ്ങനത്തെ നൂലുമില്ല, അങ്ങനത്തെ സിദ്ധന്മാരുമില്ല. അയാൾ വാക്ക് കിട്ടിയാൽ മതി, അയാളൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, അയാൾ നോക്കിയാൽ മതി, അയാളൊന്ന് ഊതിയാൽ മതി, അയാൾ തടവിയാൽ മതി, ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നും നടക്കില്ല. അങ്ങനെ വാക്കുകൊണ്ട് ഇവിടെ ഒന്നാകാൻ മറിക്കാൻ അല്ലാഹ് കഴിവൊന്നും കൊടുത്തിട്ടില്ല. കറാമത്തുണ്ട്, മുഴുജത്തുണ്ട്. അതങ്ങനെ ലോകത്ത് മാജിക് കാണിക്കാനുള്ള പവറൊന്നുമല്ല കറാമത്തും മുഴുജത്തൊന്നും. അത് ഞാൻ പറയാം, അയ്യൂബ് അലൈഹി ഇസ്ലാം മുഴുജത്തുള്ള കാലത്താണ് 14 കൊല്ലം രോഗിയായി കഴിഞ്ഞത്. ഒന്നാ തടവിയാൽ പോലെ മേത്ത് അത് മാറൂലേ? അങ്ങനെ ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നട്ടപ്പാതയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം, വിശന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വല്ലാത്ത വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിങ്ങനെ നടക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ. കുറച്ചാളെ പോകുമ്പോൾ വഴിയിൽ ആളെ കാണുക, അബൂബക്കർ സിദ്ദീഖാണ്. എന്താ സിദ്ദീഖ് ഈ നേരത്തെ ഇവിടെ വെച്ച്? ഒന്നല്ല നബിയെ, വല്ലാത്ത വിശപ്പ്, തിന്നാനൊന്നുമില്ല. അപ്പോൾ ഒന്നൊരു ഇറങ്ങിയിലാണ് ഉറക്കം വരാത്തതുകൊണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചു? ഞാനോ തന്നെ. കുറച്ച് പോകുമ്പോൾ ഉമർ ഖത്താബിനെ കാണാണ്. എന്താണ് ഉമറെ ഈ സമയത്ത് ഇവിടെ? ഒന്നല്ല, ഭയങ്കര വിശപ്പാണ്, തിന്നാൻ കൂട്ടിട്ടൊന്നുമില്ല, ഉറക്കം വരുന്നില്ല. അപ്പം ഒന്ന് ഇറങ്ങി. നിങ്ങളെന്തേ? ഞങ്ങളോ തന്നെ. എന്നാൽ മൂന്നാം കൂടെ അടക്കുക, വർത്താനം പറഞ്ഞ് പോകുമ്പോൾ ചെറിയ സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ പോയി. നബി എന്നത് നമ്മളെ മറ്റേ വരല്ലേ, ഒന്ന് പോയൊക്കെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് തരാതെക്കൂല. അവിടെ ചെന്നു, രാത്രി ചെന്ന് വിളിച്ചോണ്ടി വാതിൽ വന്നപ്പം 3 മഹാന്മാർ വാതിക്കൽ നിൽക്കണം. ഇതിനേക്കാളും വലിയ ഗസ്റ്റ് അളഞ്ഞ് വറ കിട്ടാഞ്ഞല്ലോ. വല്ലാത്ത സന്തോഷം. സ്വീകരിച്ചിരുത്തി. എന്താ പ്രശ്നം? ഒന്നല്ല, കഴിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് കുറേ ആയി, വല്ലാത്ത വിശപ്പുണ്ട്, വല്ലതും ഉണ്ടോ? സമാധാനമായി. ഈത്തപ്പഴമുണ്ട് കൊടുത്തു, ആടിൻ്റെ പാലുണ്ട് കൊടുത്തു, സമാധാനമായി, ആശ്വാസം കിട്ടി. പുറത്തിറങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞല്ലോ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. വിശന്ന് പൊളിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്, ഇപ്പോൾ വിശപ്പ് മാറിയിട്ടാണ് ഇറങ്ങുന്നത്. ഇതിലും ചോദ്യം ഉണ്ടാവും കേട്ടോ എന്ന്. ഏറ്റവും വലിയ നബി തങ്ങൾ, ഏറ്റവും വലിയ തങ്ങളതാണ്. അതിലും വലിയ തങ്ങൾ ഇനി പറയണ്ടോ? ഇതിലും വലിയ ഔലിയാക്കന്മാർ പറയണ്ടോ? ഏറ്റവും വലിയ ഏറ്റവും വലിയ മഹാൻ, ആ മഹാന്മാരായ 3 ആളുകൾ അനുഭവിച്ച വിഷയമാണത്. അതേ നബിൻ്റെ മുഴുവത്ത് കൊണ്ട് കുറഞ്ഞ ഭക്ഷണം വർദ്ധിച്ചിട്ടുമുണ്ട്. ഖന്തഖ് യുദ്ധവേളയിൽ സൽമാൻ ഫാരിസി എന്ന പേർഷ്യക്കാരനായ സ്വഹാബി അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പരിപാടിയുണ്ട്, യുദ്ധത്തിന് അപ്പുറത്തെ കൗമിനെ തടുക്കാൻ വേണ്ടി വലിയ കിടങ്ങ് കുഴിക്കും. എന്നവനെ ഒഴുക്കി ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഓനെ കുതിരക്കും ഒട്ടകത്തൊന്നും ചാടിക്കടക്കാൻ പറ്റാത്ത വിധമുള്ള വീതിയിൽ വലിയ കിടങ്ങ് കുഴിച്ചാൽ നമുക്ക് അവരെ പ്രതിരോധിക്കാം അപ്പുറത്ത് വെച്ചിട്ട്. അപ്പോൾ തിരക്കിടില്ല, എല്ലാവർക്കും ആശയം സ്വീകാര്യമായി. അങ്ങനെയാണ് ഖന്തഖ് കുഴിച്ചത്. നബിയും സ്വഹാബികളും ഒന്നിച്ചിറങ്ങി കുഴിച്ചു. അബൂ തൽഹ പറയാൻ, നബിൻ്റെ ആ പിക്കാസത്തിങ്ങനെ വെട്ടുന്നും കുത്തുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നബിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. നബിയുടെ സംസാരം പോലും ദുർബലമാണ്. നബിയുടെ ആ ഒരു പ്രയാസം നബിയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ മെല്ലെ ഒന്ന് കയറിപ്പോയി പരീക്ക്. വൈഫിനോടല്ല, നബിക്ക് വല്ലാത്ത വിശപ്പുണ്ട്, സംസാരിച്ചിട്ട് പോലും മര്യാദക്കുണ്ട് ആവണില്ല, അത്രയും നബി ക്ഷീണിതനാണ്, വല്ലതുണ്ടോ കൊടുക്കാൻ? ഞാൻ സ്വകാര്യത്തിൽ നബിനെ വിളിച്ചുകൊണ്ടിരാണ്. ഭാര്യ ലേശം ഗോതമ്പ് മാവുണ്ട്, ഞാൻ എന്തേന്നും ഉണ്ടാക്കുക, നിങ്ങൾ നബിനെ മാത്രം വിളിച്ചോളി, വേറെ ഒരു അറിയും വേണ്ട. ചെന്ന് സ്വകാര്യത്തിൽ നബിയോട് പറഞ്ഞു, നബി എന്ത് വരിക, വീട്ടിൽ ചെറിയൊരു ഭക്ഷണം നിങ്ങൾ വരി, നമ്മൾ കഴിക്കാം. നബി പണിയെടുത്തിന് കേട്ടിട്ട് എല്ലാവരും കൊണ്ട് വരി, ഭക്ഷണം കഴിക്കാം. അബൂ തൽഹ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പട്ടിണി പാവങ്ങളാണ്. അബൂ തൽഹ വിളിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും കൂടി പണിയെടുത്ത് കയറി. നബി അറിഞ്ഞു, ഞാൻ വന്നിട്ട് പാത്രം കിടക്കാൻ മതിയാണ്. ചെന്നു. അബൂ തൽഹ മുന്നിലും നബി പിറകിലും, ബാക്കിയുള്ളതൊക്കെ പാടെ 1300 ആളെ ബാക്കി ചെല്ലാണ്. അബൂ തൽഹ മുന്നിൽ പോയിട്ട് പറഞ്ഞ വസറായിട്ട് ആകെ കുടുങ്ങിയ
എന്താ ഇപ്പം കാട്ടൻ നബി വിളിച്ചത് ഇപ്പം മനുഷ്യൻ പ്രതീക്ഷിക്കൂലല്ലോ. ഒന്നാകെ വരുന്നുണ്ട്. നബി പറഞ്ഞ പാത്രം ഇറക്കണ്ട നിൽക്കണ. നബി വന്നു, പാത്രം ഇവിടെ വെച്ചു, അടുപ്പത്ത് കാണിച്ചു കൊടുത്തു. നബി വിളമ്പാൻ തുടങ്ങി. കൊടുത്തുകൂടെ? അങ്ങനെ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു. നബിയും കഴിച്ചു, അബൂതുഹയും കഴിച്ചു, ഭാര്യയും കഴിച്ചു, അയൽവാസികൾക്കും കൊടുത്തു. ഇഞ്ഞെന്തുണ്ട് നോക്കാറിന്. അപ്പോൾ ആദ്യമുള്ള അത്ര എപ്പോഴും ഉണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എത്ര ആളുണ്ടായെന്ന് ചോദിച്ചു. അബൂതുഹ പറഞ്ഞു, അന്ന് എത്ര ആളുണ്ടായാലും അത് മതിയാകും. ഇത് മുഴുജത്താണ്. ഇത് കൊടുത്ത കഴിവാണെങ്കിലോ നേരത്തെ നട്ടപ്പാതയാക്കി ഇറങ്ങുമോ? നട്ടപ്പാതയാക്കി വിശന്ന് പുറത്തിറങ്ങുമ്പോൾ അബൂസുക്ക് ചോദിച്ചു, എന്താ നബി നിങ്ങൾ ആളെ കളിയാക്കാണോ? നിങ്ങൾക്ക് മുഴുജത്തില്ലേ? നിങ്ങളൊന്നാണ്ട് വിചാരിച്ചാൽ ഇപ്പോൾ ഭക്ഷണം ഉണ്ടായി വരൂലേ? എന്തിനാ ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ആളെ കുതിരാക്കണമെന്നല്ലേ ചോദിക്കാം. അപ്പം അത് കൊടുത്ത കഴിവല്ല. അത് ആ സമയത്ത് അല്ല പറഞ്ഞു ചെയ്തോ, അത് ചെയ്തു, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അതാ മുഴുജത്തും കറാമത്തൊക്കെ. അല്ല ഉദ്ദേശിക്കുന്ന കാര്യം അല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ല ഉദ്ദേശിക്കുന്ന ആളിലൂടെ അള്ളാഹു നടപ്പാക്കുന്നു. അതാ മുഴുജത്തും കറാമത്തും. അല്ല ഉദ്ദേശിച്ച കാര്യം അല്ല ഉദ്ദേശിച്ച സമയത്ത് അല്ല ഉദ്ദേശിച്ച ആളിലൂടെ അള്ളാഹു നടപ്പാക്കി. ഈ ആൾക്ക് അതിൽ പങ്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഭക്ഷണം വർദ്ധിപ്പിച്ച അതേ നബി ഭക്ഷണമില്ലാതെ അപ്പുറത്ത് പ്രയാസപ്പെട്ടത്. നബിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. കയ്യിൽ നിന്ന് വെള്ളം വന്നു. അതേ നബി വെള്ളം കിട്ടാതെ തൈമം ചെയ്തിട്ടുണ്ട്. സാഹിബ് വെച്ച് എന്താ നബി ഇത്? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, വെല്ലുണ്ട് കാണിച്ചിരുന്നത് പോലെ. അങ്ങനെ വെല്ല് കാണിച്ചാൽ വെള്ളം വരൂല. എപ്പോൾ വെല്ല് കാണിച്ചാലും വെള്ളം വരുമോ? ഇല്ല. നബി തങ്ങൾ തടവിയിട്ട് രോഗം മാറിയിട്ടുണ്ട്. തടവി രോഗം മാറി സലമത്തമിൽ ആക്കിവാഴ് ഒഹിദിന് വെട്ടേറ്റ് ഒന്നാകെ മുറിവായി. എല്ലാവരും പനൂസീബ സലമ, സലമൻ്റെ കഴിഞ്ഞു പറഞ്ഞു. അത്രയും വലിയ പരിക്കാണ്. ഞാൻ താങ്ങി പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ യുദ്ധത്തിൻ്റെ ടെൻറ്റിൽ കൊണ്ടുപോയി കിടത്തി. നബി തങ്ങൾ വന്നു, നബി ഞാൻ തടവി, ഒരു പ്രശ്നം ബാധിക്കാത്ത പോലെ എനിക്ക് സുഖപ്പെട്ടു. അതേ നബി തങ്ങൾ രോഗിയായി കിടന്നു. നബിയുടെ വേണ്ടപ്പെട്ടവർ രോഗിയായി കിടന്നു. പലരും നബിയുടെ കാലത്ത് വഫാത്തായിപ്പോയി. ആ കഴിവ് എപ്പോഴും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലോ അതുണ്ടാവില്ലല്ലോ. എത്ര സംഭവങ്ങൾ മടഞ്ഞ കാര്യം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മടഞ്ഞ കാര്യം പറഞ്ഞു. അതേ നബി തങ്ങൾ മടഞ്ഞ കാര്യം മറിയാതെ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. സ്വന്തം ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചാരമുണ്ടായി. 40 ദിവസമാണ് നബി തങ്ങൾ കാത്തുന്നത്. 40 ദിവസം വഹി വന്നില്ല. അൽ-കഹ്ഫ് സൂറത്ത് ഇറങ്ങാൻ കാരണം നിങ്ങൾ അമാനിമൊഴിൻ്റെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കി, അവിടെ കാണാം. അൽ-കഹ്ഫ് സൂറ ഇറങ്ങാൻ പശ്ചാത്തലമുണ്ട്. മക്കത്തിങ്ങനെ നബിൻ്റെ ആളിങ്ങനെ കൂടി വരിക ഓരോ ദിവസവും. മുസ്ലിങ്ങൾ പല വഴിയും നോക്കിയിട്ടും ആളെ എണ്ണം കൂടാനല്ലാതെ കുറയുന്നില്ല. അവസാനം അബൂജഹലും കൂട്ടും സ്വകാര്യത്തിൽ മീറ്റിംഗ് കൂടി, ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണ്, എന്തേലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം കൂട്ടത്തിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു, തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ ഒരു അവസാന കാലത്ത് വരുന്ന നബിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കാം. മദീനത്ത് കുറേ ജൂതന്മാരും ക്രിസ്ത്യാനികളായ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ആരും ഒന്ന് പറഞ്ഞയച്ചു കൊടുക്കുക അവർക്ക്. അവിടെ ചെന്ന് ഓലെ കണ്ടിട്ട് ഓലെ തൗറാത്തിൽ പറഞ്ഞ ആ നബിൻ്റെ വിശേഷണം എന്താ ചോദിച്ചു നോക്കുക. ഈ നബിനെ പറ്റി അവിടെ പോയി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇത് നബി അല്ലാന്ന് ഓലെങ്ങാൻ തെളിയിച്ചെന്നാൽ നമുക്ക് കുറച്ച് ധൈര്യമായല്ലോ. അത് തിരക്കിടില്ല. അപ്പം 2 ആളെ ഒരു പറഞ്ഞയച്ചു മദീനത്തേക്ക്. അവിടെ ചെന്ന് ജൂത പണ്ഡിതന്മാരെ കണ്ട് വിഷയമൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ വന്ന നബിൻ്റെ വിശേഷണമൊക്കെ പറയാം. അപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇത് തൗറാത്തിലും ഇഞ്ചിലും പറഞ്ഞ അതേ നബി തന്നെയാണ്, ഇത് ശരിയായ പ്രവാചകനാണ് എന്ന് ഒരു പറഞ്ഞപ്പോൾ ആകെ ഇടങ്ങഞ്ഞപ്പോൾ എന്താ കാട്ടുക. അവസാനം ഒരു പറഞ്ഞു, ഞങ്ങൾ 3 ചോദ്യം തരാം. ഈ 3 ചോദ്യങ്ങൾക്ക് വഹയ്യ് പ്രകാരമല്ലാതെ മറുപടി പറയാൻ കഴിയില്ല. അതിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട, 100% ഉറപ്പിച്ചുകൂടി. അതിന് മറുപടി ഇല്ലെങ്കിലോ ഇത് നബി അല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. ഇത് വഹയില്ലാതെ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യമാണ്. അങ്ങനെ 3 ചോദ്യം കൊടുത്തു. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞു തരണം. 300 കൊല്ലം ഉറങ്ങിക്കിടന്ന് പിന്നെ ഇടയിട്ട് വിട്ട് കൂട്ടരെ പറ്റി അന്ന് മക്കത്തും മദീനത്തൊക്കെ പൊതുവേ കുറേ കഥകളുണ്ട്. ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? 2 ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അധികാരം നേടിയ ഒരു ഭരണാധികാരിയുണ്ട്, ദുൽഖർനൈൻ. അയാളുടെ ശരിയായ ചരിത്രം എന്താണ്? 3ാമത് എന്താണ് റൂഹ്? ഈ 3 ചോദ്യം കൊടുത്തു. ഒരു വലിയ ആവേശത്തിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, 3 ചോദ്യം കിട്ടിയിരിക്കണ്, നമ്മൾ പോയി ചോദിക്കാം. ഒന്നാകെ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് ചില സംശയം ചോദിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ, ചോദിച്ചോളി. 3 ചോദ്യം കൊടുത്തപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, സഉഖ്ബിറുക്കും ഗദാ,
ഞാൻ നാളെ പറഞ്ഞുതരാറ്. ആയിക്കോട്ടെ, മതി, നാളെ കിട്ടിയാൽ മതി. പിറ്റേ നേരം വെളുത്തപ്പോഴേക്കും ഒരൊക്കെ പടം വന്നു. അല്ല, എന്തായി, മറുപടി ഉണ്ടോന്ന്? മറുപടി ഇല്ല. വൈകുന്നേരം വരെ കാത്തിരുന്നു, വഹി വന്നില്ല. മക്കത്ത് വമ്പൻ ആഘോഷ. കണ്ടോ, നാളെ പറയാറുണ്ട്. ഇപ്പം എൻ്റെ എവിടെ മറുപടി? ഇപ്പം ഉറപ്പായി ഇത് നബിയല്ല. നാട്ടിൽ മൊത്താകെ ഭയങ്കര ആഘോഷം. പിറ്റേന്ന് പിന്നെയും നല്ല മുഹമ്മദ് ഇന്നെങ്കിലുണ്ടോ? ഇല്ല, വഹി വന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, വഹി വന്നില്ല. 2 ആഴ്ച പിന്നിട്ടു, വഹിയില്ല. സ്വഹാബാക്ക് പോലും വല്ലാത്ത വിഷമം. എന്താ റബ്ബ് ഇങ്ങനെ ആയത്? എന്തിപ്പം ഇങ്ങനെ ആയത്? നബിക്കും ഒരു വേദന, നാട്ടിലാണെങ്കിൽ ഭയങ്കര ആഘോഷം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു ഒരു ആയത്തോട് ഓതി കൊടുത്തു. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു കാര്യം നാളെ ചെയ്യുമെന്ന് മേലാൽ പറയരുത്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ. ഇന്നലെ പിന്നെ സൂറത്തുൽ കഹ്ഫ് ഫുള്ളാണ്ട് പറഞ്ഞെടുത്തു. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കംപ്ലീറ്റ് സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ഞാനത് കൃത്യമായി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ മുഴുവൻ കഥ. വയസ്അലുക അൻ ദുൽഖർനൈനെ പറ്റി ചോദിക്കുന്നവർ നിന്നോട് ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ വിശദമായ മറുപടി. വയസ്അലുക അനിർ റൂഹി, സൂറത്തുൽ ഇസ്രാഈലായത്ത് റൂഹിനെ പറ്റി ചോദിക്കുന്ന നബിയെ ഖുൽ പറഞ്ഞു കൊടുക്കൂ. കറക്റ്റ് ഉത്തരമാണ് കിട്ടി. 2 ആഴ്ച ഉത്തരമില്ലാത്തത് നബിയാണ് എന്നതിൻ്റെ തെളിവാണ് എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. അഥവാ നബി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാനം കെടുമ്പോൾ തൽക്കാലം എന്തേ ഒപ്പിച്ച് പറയില്ലേ? എന്തെങ്കിലും ഉത്തരം മറുപടി പറഞ്ഞാലും ഓളെ സംബന്ധിച്ച് അറിയില്ല, അപ്പം ശരിയാണോ എന്നുള്ളതും പറഞ്ഞില്ല. വഹി വരട്ടെ, വഹി വരാതെ പറയാൻ കഴിയില്ല. അപ്പോൾ ഉറപ്പായി വഹി പ്രകാരമേ ആ നബി പറയുകയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നബിതങ്ങൾക്ക് അവിടെ മറന്ന കാര്യം പറയാൻ പറ്റിയിട്ടില്ല. ഇസ്ലാമിൻ്റെ സത്തലയെ, നബിതങ്ങളുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ പോലും നബിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അള്ളാഹുവിന് വഹി കിട്ടാൻ കാത്തിരിക്കുകയാണ് ചെയ്തത്. എന്നില്ല നമ്മുടെ നാട്ടിൽ നിന്ന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ, കുപ്പിക്കുള്ള വസ്തു കാണും പോലെ കൽഭകത്തുള്ളത് കാണുമെന്ന് പറഞ്ഞവരാണ് മുഹ്യിദ്ദീൻ ശൈഖ്. കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. കൽഭകത്തുള്ളത്, കണ്ണിൽ കാണാത്തത് എല്ലാം കണ്ട പോലെ കാട്ടിപ്പറഞ്ഞാണ് ശൈഖ് ഇത് പാട്ട് പാടുന്നത്. ഇപ്പോൾ തിന്നിട്ടാണ്. അള്ളാഹനെ മനസ്സിലായിട്ടില്ല, നിബിധങ്ങളെ മനസ്സിലായിട്ടില്ല, ദീന് മനസ്സിലാക്കിയിട്ടില്ല. അവിടെ കോഴിക്കോട്ടനും പാട്ടുണ്ടാക്കിയപ്പോൾ ആ പാട്ട് നമ്മളെ കൗമേറ്റെടുത്തു. മുഹീദ്ദീൻ മാല, കുത്തുബിയ്യത്ത്, റാത്തീബ്, അതേപോലെ വ്യത്യസ്തങ്ങളായ പാട്ടും ബെയ്ത്തുകളും ആരെ ഏതുണ്ടാക്കിയാലും ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്നവരായിട്ട് ഈ ഉമ്മത്ത് അധപതിച്ചു പോയി. അപ്പോൾ ഓരോരുത്തരും പാട്ടുണ്ടാക്കി, തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുത്തുണ്ടാക്കി കുത്തുബിയ്യത്ത്. എന്ത് പ്രശ്നമുണ്ടോ 1000 വട്ടം വിളിച്ചാൽ മതി, ശൈഖ് ഹാജരാകും. ആലോചിച്ചോക്കാണ്. അല്ലല്ലാത്ത പടപ്പിലേക്ക് മനസ്സ് തിരിയാൻ പറ്റൂല എന്ന് പഠിപ്പിച്ച ഒരു പ്രമാണത്തിന്റെ അനുയായികൾ 1000 വട്ടം വിളിക്കുക ഒരു ശൈഖിനെ. 900 കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറമാടപ്പെട്ട ശൈഖിനെ 1000 പ്രാവശ്യം വിളിച്ചു വരുത്തിയാൽ ഈ ആലിഞ്ചോട് അങ്ങാടിക്ക് നമ്മുടെ വീട്ടിലേക്ക് മുഹീദ്ദീൻ ശൈഖ് ഹാജരാകുന്ന വിശ്വസിക്കുകയും അത് തമിഴ്നാട്ടിൽ നിന്നാക്കിയ പാട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് 1000 വട്ടം വിളിക്കുകയും ചെയ്യുന്ന നേരത്തേക്ക് ഈ ഉമ്മത്തെങ്ങനെ വഴിമാറിപ്പോയി. ഇതാണോ ദീന്? ഒറ്റക്കിരുന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുന്നു ഉറപ്പിച്ചുകൊണ്ട് 1000 തവണ എൻ്റെ പേര് വിളിച്ചാൽ ഞാൻ അവന് ഉടനെ ഉത്തരം ചെയ്യും. അതുകൊണ്ട് അവൻ ദുആ ചെയ്യട്ടെ, യാ അബ്ദുൽ ഖാദിർ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കട്ടെ. തമിഴ്നാട്ടിലുണ്ടാക്കിയ പാട്ടാണ്. ഇതാണോ കൂട്ടരെ ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും നമുക്ക് വലിയ പ്രമാണം? അല്ലാഹ് ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? അള്ളാഹിന്റെ കൂടെ ഒരാളും വിളിക്കല്ല, റബ്ബിന്റെ കൂടെ ഒരാളും ദുആ ചെയ്യല്ല, ഒരു ഇലാഹിനോടും പ്രാർത്ഥിക്കല്ല, റബ്ബിനോട് മാത്രം തേടണേ. എല്ലാ ദിവസവും 5 നേരത്തെ നിസ്കാരത്തിൽ 17 റക്അത്തിന് ആവർത്തിച്ചു പറയിപ്പിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കൂ റബ്ബേ, നിന്നോട് മാത്രമേ സഹായം അർത്ഥിക്കൂ. എന്നിട്ട് ആ മനുഷ്യന്മാരോട് തമിഴ്നാട്ടിലും പാട്ടുണ്ടാക്കിയപ്പോൾ 1000 വട്ടം വിളിച്ചോട് ശൈഖ് വരും. ഈ ഖുർആനൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് വിളിക്കാൻ പോകുക ആൾക്കാർ. അത് ന്യായീകരിക്കാൻ കൊടുത്ത ഉസ്താദുമാരും. കാരണം ഒരിക്കൽ ലാഭമുണ്ട്, അവർക്ക് ലാഭമുണ്ട്. 1000 വട്ടം വിളിച്ചാൽ ഒരിക്കൽ കണക്കാക്കി റേറ്റ് കിട്ടുന്നല്ലാതെ ആ ലാഭത്തിൽ അവർ വരുന്നത്.
ഖുർആനിൽ പറഞ്ഞ രണ്ടൈറ്റം പണ്ഡിതന്മാരുണ്ട്. ഒന്ന് റബ്ബാനികളായ പണ്ഡിതന്മാർ, വറസത്തുൽ അംബിയ, അംബിയാക്കൾ അനന്തരാവകാശികൾ. അംബിയാക്കൾ എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു കൊടുക്കും. അംബിയാക്കൾ ഏതിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക് ക്ഷണിക്കും. അംബിയാക്കൾ എന്താണ് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെക്കും. രണ്ട്, അല്ലദിനെ അംബാദൻ നാസിബിൽ ബാത്തിൽ, ജനങ്ങളെ സമ്പത്ത് അന്യായമായി തിന്നുകയും അള്ളാന്റെ മാർഗത്തിൽ തെറ്റിച്ചുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ സൂറത്ത് തൗബയിൽ അല്ലാഹു തആല 34-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തി. അത് രണ്ടും എല്ലാ കാലത്തും ഉണ്ടാവും. ഏത് കാലത്തുണ്ട്. ജൂതന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിമുകൾക്കുണ്ട്. ഏത് കാലത്തുമുള്ള യാഥാർത്ഥ്യമാണ് അല്ലാഹു തആല അവിടെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അവിടുന്ന് പാട്ടുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇത് വിളിച്ചോ, 1000 വട്ടം വിളിച്ചോ. മറ്റോമൻ 1000 ഒന്നും വേണ്ട, ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. വല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവറ്. ഏത് സ്ഥലത്ത് വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം. നാട് പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ഭാഷ പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല. ആരെവിടുന്ന് എപ്പ എന്തിനു വേണ്ടി ലോകത്തിലെ ഏത് കോണെന്ന് വിളിച്ചാലും ശരി, വായ പുടുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും അതൊട്ട് സ്വീകരിക്കാൻ പറ്റൂല. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു വിചാരിക്കുക, എന്നാൽ ശരിയാവോ? അതേക്കാളും വല്ല ശൈഖ് അല്ലാഹുവിന്റെ റസൂല്. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. നബിതങ്ങളെക്കാൾ വലുത് ആരുമില്ല. നബിതങ്ങളെ പറഞ്ഞതിനപ്പുറത്ത് ഏത് വലിയ ആള് പറഞ്ഞാലും സ്വീകാര്യമല്ല. എന്നിട്ട് ഓരോരുത്തരും പാട്ടുണ്ടാക്കി വിടാം. ഒക്കെ ത്വരീഖത്തിന്റെ തസവുഫിന്റെ സ്വാധീനങ്ങളാണ്. സൂഫി ചിന്താകൾ ഷിയായിസത്തിൽ നിന്നാണ്. ഷിയാക്കാണ് ദീനിനെ പൊളിക്കാൻ വേണ്ടി പണിയെടുത്തത്. ഇസ്ലാമിക ഭരണകൂടം വ്യാപകമായി വന്നപ്പോൾ അബ്ബാസി കാലഘട്ടത്തിൽ അതിന് ഉള്ളിൽ ഒരു ചെറിയ സാമ്രാജ്യം ഉണ്ടാക്കിയാണ് ഷിയാക്കൾ തുടക്കമിട്ടത്. അവിടുന്നാണ് എല്ലാ അന്ധവിശ്വാസം കൊണ്ടുവന്നത്. ദീന് പൊളിക്കാതെ പണിയെടുത്ത ആൾക്കാരാണ്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് തസവുഫ്, ത്വരീഖത്ത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ അവിടെ ചില ആൾക്കാരെ കണ്ടു, സൂഫി എന്ന പേരിലാണ് പോലെ അറിയപ്പെടുന്നത്. ഞാൻ ഓലെപ്പറ്റി അന്വേഷിച്ചു, എന്താ പോലെ മട്ടും അതിൽ അറിയാൻ വേണ്ടി. ഇമാം ഷാഫി ബഗ്ദാദിൽ നിന്ന് ലാസ്റ്റ് ഈജിപ്തിക്ക് പോയത് ഹിജ്റ 199 ഇമാം ഷാഫി 49-ാമത്തെ വയസ്സിൽ. തലസ്തു ബഗ്ദാദ, ഞാൻ ബഗ്ദാദ് ഒഴിവാക്കി മിസ്രിലേക്ക് തിരിച്ചു പോന്നു. പോരുമ്പോൾ അവിടെ ചില ആളുകൾക്കെന്ത് ഒരു സൂഫി എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ചില മനുഷ്യന്മാർ അവിടെ ഇങ്ങനെ ഒറ്റം തെറ്റിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചു, എന്താ പോലെ മട്ട, എന്താ പോലെ അവസ്ഥ എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെ കൂടെ രാവിലെ ഒരുത്തം കൂടിയാൽ ഉച്ചയാകുമ്പോഴേക്കും വിഡ്ഢിയായി മാറുമെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഓലപ്പം കൂടിയാൽ ലുഹറാകുമ്പോഴേക്കും ഒരു പമ്പര വിഡ്ഢിയായി മാറും എന്നെനിക്ക് ബോധ്യപ്പെട്ടു വന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സൂഫികളെ പറ്റി പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം അഹ്മദ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ ചില മനുഷ്യന്മാർ ഇപ്പം നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഒരു വാതിലടച്ച് അകത്ത് നിന്നത് ഉറക്കെ ദിക്ർ ചെല്ലുകയാണ്, ഭയങ്കര ഉച്ചത്തിൽ ദിക്ർ ചെല്ലാം. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടമാനം ഭക്ഷണം കഴിക്കുക, ഒരു നിസ്കരിക്കാനും മറ്റൊന്നും പള്ളിക്കൊന്നും വരുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ എന്താ പോലെ പറ്റിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചു. ഇമാം അഹ്മദ് ഇപ്പം അങ്ങനെ മനുഷ്യന്മാരുണ്ടാവും. അദ്ദേഹം ചോദിച്ചു, ആ വജാനീനുഹും ഭ്രാന്തന്മാരാണോ ചോദിച്ചു. അല്ല, ഭ്രാന്തന്മാരൊന്നുമല്ല, തയ്ച്ച ബുദ്ധിയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ആ സുബിയാനിൻഹും ചെറിയ കുട്ടികളോട് ചോദിച്ചു. അല്ല, മുത്ത മനുഷ്യന്മാരാണ്. എനിക്കൊന്നും പറയാനില്ല. ഇത് ചെയ്യൽ ഒന്നുകിൽ മാനസിക രോഗമുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഭഗതമില്ലാത്ത കുട്ടികൾ, അല്ലാതെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ ഇതെന്നാ ഇമാം അഹ്മദോട് പ്രതികരിച്ചത്. അതാണ് ഇപ്പം ഇസ്ലാമിലെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് മാറുന്നത് ത്വരീഖത്ത് തസവുഫ്. സമസ്ത എന്ന സംഘടന ത്വരീഖത്തിൽ ഏറ്റെടുത്തപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഉമ്മത്തിനത്. സമസ്തനെ കൊണ്ട് മാത്രം അത്ര ദുരന്തമില്ല, സമസ്ത ത്വരീഖത്തിനെ ഏറ്റെടുത്തു, തസവുഫിനെ ഏറ്റെടുത്തു. അപ്പം തസവുഫിനെ ഇങ്ങോട്ട് കയറി വരാൻ ഏറ്റവും നല്ലൊരു എൻട്രി കിട്ടി സമസ്ത എന്ന സംഘടനയിലൂടെ. അങ്ങനെയാണ് ഈ കണ്ട പാട്ടും ബെയ്ത്തും ഈ ജാറങ്ങളും ദർഗകളും എല്ലാം കയറി. അല്ലെങ്കിൽ അതൊന്നും കയറൂല. അശ്ശരിയത്തിന് ഇസ്തിഗാസ ഇല്ല മരിച്ചവരോട്. അശ്ശരിയത്തിന് ഈ ഖുറാഫാത്തുകളൊന്നുമില്ല. ഇവിടെ അശ്ശരി മാത്രം രണ്ടാളൊന്നും വിശ്വസിക്കാൻ ബുക്കിന് പഠിപ്പിക്കാന്നല്ലാതെ സ്വീകരിക്കുന്ന അശ്ശരിയല്ല, മാത്രീതിയുമല്ല, തസവുഫാണ്. ആ തസവുഫ് ഇവിടെ സമസ്ത ഉണ്ട് ഏറ്റെടുത്തു. പേര് അശ്ശരിയത്ത്, മാതുരിദിയ്യത്ത്, സ്വീകരിച്ചതോ ഷിഇയ്യത്ത്, ഷിഈസം, തസവുഫിലൂടെ ത്വരീഖത്തിലൂടെ. ഖാദിരിയ്യ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, സുഹ്റവർദിയ്യ, ഐദറൂസിയ്യ പറഞ്ഞ് എത്രയെത്ര ത്വരീഖത്തുകൾ.
അതിന് വ്യത്യസ്തമായ കൈവഴികളും. ആലുവ ത്വരീഖത്ത്, ആലുന്തറ ത്വരീഖത്ത് തുടങ്ങി വ്യത്യസ്തമായ ത്വരീഖത്തൊക്കെ ഖാദിരിയത്താണ്. വളാഞ്ചേരി കേന്ദ്രമായ ജീലാനി സ്റ്റഡി സെൻറ്റർ, ഈ ദാറുൽ സ്ഥാപനത്തിൽ നിന്നാണ് ഉസ്താദും കുട്ടികളെ ഒന്നാകെ പോയി ബയ്യത്ത് ചെയ്തത്. ഒന്നാകെ പോയി, ഒരു ബാച്ച് ഒന്നിച്ചു പോയി. ആലുവ ത്വരീഖത്ത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഇപ്പോഴത്തെ പിൻഗാമി എന്നാ പറയാം. ഹൈദരാബാദിൽ നിന്ന് വന്ന യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി എന്നൊരു മനുഷ്യൻ എറണാകുളത്ത് നിന്ന് തമ്പടിച്ചു ആലുവയിൽ. അയാൾ പറഞ്ഞു, ഞാനാണ് ഖാദിരിയ ത്വരീഖത്തിലെ ഇപ്പോഴത്തെ ഷെയ്ഖ്. അവിടെ പോയി കുറേ ബയ്യത്ത് ചെയ്തപ്പോൾ ഈ ദാറുൽ ഹുദയിൽ ഒന്നാകെ പോയി ഉസ്താദും കുട്ടികളും വെച്ച് ഒലക്കപ്പാടെ പുറത്താക്കി അവസാനം കുടുങ്ങി. സുന്നി അഫ്കാർ വാരികയിൽ EK സമസ്തക്കാർ ഒരു ലേഖന പരമ്പര ആരംഭിച്ചു അതിനെതിരായിട്ട്. അതിൽ ഈ യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരിയുടെ കുടുംബ പരമ്പര അവർ പ്രസിദ്ധീകരിച്ചു. പറഞ്ഞു, ഈ പരമ്പരയിൽ പലരും ഷിയാക്കളാണ്, അതുകൊണ്ട് ഈ ത്വരീഖത്ത് സ്വീകാര്യമല്ല. അപ്പൊ ഈ ത്വരീഖത്തുകാർക്ക് ഒരു മാസികയുണ്ട്, ജീലാനി എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്, എന്തോ ഒരു ജീലാനി സ്പെഷ്യൽ പതിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതെടുക്കുന്നുണ്ട്. അതിൽ അവർ ലേഖനം കൊടുത്തു. ആ ലേഖനത്തിന് പണകടതങ്കന്മാരെ പരമ്പര പ്രസിദ്ധീകരിച്ചിട്ട് 5 മാർക്ക് ഈ 5 ഷിയാക്കളാണ്, അപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ ചോദിച്ചു. അതോട് സുന്നി അഫ്കാർ നിർത്തി ലേഖനം. ഇനി പറയാൻ പറ്റുമല്ലോ, ഹലക്കന പിടിച്ച് അപ്പം അവസാനിപ്പിച്ച് ഇനി അത് തൽക്കാലം മിണ്ടണ്ട, പോണോ പോയിക്കോട്ടെ എന്ന്. ഇയാളെ വാദം, ഇയാളെ കുത്തുബുസ്സമാനാണ് ഈ ആലുബേരി ചങ്ങാതി. എറണാകുളത്തെ ഏതാണ് എല്ലാ ബിസിനസ്സിനും മൂപ്പർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. കുത്തുബുസ്സമാൻ കാലഘട്ടത്തിൻ്റെ അച്ചുതണ്ടെന്നാണ് പേര്. നമ്മളിവിടുന്നൊക്കെ ഒന്നാകെ വണ്ടിക്കാളെ കൊണ്ടായിരുന്നു. ക്യാമ്പയിൻ നടത്തി കുറേ ആൾക്കാർ റിക്രൂട്ട് ചെയ്തു ആലുവേക്ക്. നമ്മൾ വേഗം കണ്ടമാനാൾ പോയി. വേഗം 2 ചെറുപ്പക്കാരെ കൊണ്ടുപോയി. ഒരുത്തന് മര്യാദക്ക് നിസ്കാരമില്ലാത്തവനാണ്, ഏതായാലും മറ്റൊരൊപ്പം പോയതാണ്. അവിടെ ചെന്ന് ഷെയ്ഖിനെ കണ്ട് ബയ്യത്ത് ചെയ്യാൻ തയ്യാറായപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ബയ്യത്ത് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് നിബന്ധന ഉണ്ട്. ഷെയ്ഖ് ഒരു ദിക്ർ പറഞ്ഞു, ഈ ദിക്ർ ഒരാഴ്ച കൊണ്ട് 1,00,000 വട്ടം ചൊല്ലണം, ഇന്നലെ തിരിച്ചു വേണം, അപ്പോഴേ ബയ്യത്ത് ചെയ്യുള്ളൂ. ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ ചൊല്ലിയില്ലേ എനിക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും, ഒരു തട്ടിപ്പൊന്നും പറ്റൂല. അങ്ങനെ ഒരുത്തം പറഞ്ഞു, ഇന്നെ കൊണ്ടാവൂല, ഞാനിപ്പോൾ 1,00,000 പോയിട്ട് നിസ്കാരം വൈകാത്ത ഞാൻ 1,00,000 ചിലത് കിൽക്കാവൂല, എന്തെങ്കിലും ആയിക്കോട്ടെ. മറ്റോൻ ചൊല്ലി ഇരുന്ന് ഇടകാറായി രാവും പകലും ചൊല്ലി 1,00,000 തയ്ച്ച് പിന്നെ പല ഡേറ്റിന് പിന്നെയും പോയി അവിടെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി. മറ്റവനും പോയി കൂടെ. ചെല്ലാത്ത നോക്കിയ ഷെയ്ഖ് പറഞ്ഞു, ഇവൻ ചെല്ലിക്കണ് ചൊല്ലിയിട്ടില്ലാതെ, ചെല്ലിയോനെ പറ്റി ചൊല്ലിയിട്ടില്ലാന്നു, ചെല്ലാത്തതിനെ പറ്റി ചൊല്ലിയിരുന്നു. അപ്പം തന്നെ പോയിക്ക് മനസ്സിലായി സംഗതി കുത്തുബുസ്സമാൻ തന്നെയാണ്. ഏതായാലും 2 ബയ്യത്ത് സ്വീകരിച്ചു മൂപ്പ അന്ന്. ഇന്നൊരു മൂപ്പ പെങ്ങൾ നല്ല ദിവസം അപ്പം വന്നത്. ഇന്ന് സ്പെഷ്യൽ ഓഫറുള്ള ദിവസമാണ്. 50,000 രൂപ തരികയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അബ്ദാലാക്കി തരാം. അബ്ദാൽ തന്നെ ഒറ്റടിക്ക് 40 അടി സ്വീകരിക്കാൻ പറ്റാൻ മർത്തബ അബ്ദാൽ. അതിന് മുമ്പ് കുറേ ദർജയുണ്ട്, നുഖബാഗ് നുജബാഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അബ്ദാലിക്ക് എത്താൻ. അബ്ദാലിക്ക് എത്താൻ ഒരേ സമയത്ത് 40 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റും. 40 അടി ഉണ്ടാകും, അതിന് അബ്ദാൽ പറയാം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഓഫർ 50,000 ഉപ്പ് കൊടുത്താൽ അബ്ദാലാക്കി തരാം. അപ്പോൾ 2 പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ പോയിക്കോളാറ്. 2 മുജാഹിദായി. നമ്മൾ അബ്ദാൽ വേണ്ട, തൽക്കാലം സ്വർഗത്ത് പോകാൻ നോക്കാം. ഇതാണ് കുത്തുബുസ്സമാൻ. അവസാനം ഇയാൾക്ക് വയറ്റും നോക്കി കുടിച്ചിട്ട് അഡ്മിറ്റായി. കുത്തുബുസ്സമാൻ ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആള് വയറ് കൺട്രോൾ വിട്ടു. മൂപ്പര് ആകെ ലൂസ് മോഷനായി ഒന്നാകെ പോയി. മൂപ്പര് താങ്ങി പിടിച്ചുകൊണ്ട് എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ആള് മരിച്ചു. സ്വന്തം വയറ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചങ്ങാതിയാണ് ലോകം മൊത്തം കൺട്രോൾ ചെയ്യണം. ഇന്ന് അത് വിശ്വസിക്കാൻ ആൾ. അയാൾ മരിച്ചപ്പോൾ വേറെ അയാൾ ഒരു പിന്മുറക്കാലം വന്നത്. ഇപ്പം ഞാൻ അയാളാണ് ഞാൻ അടുത്ത കുത്തുബുസ്സമാൻ. എത്ര ധൈര്യം വേണം ഇതിനൊക്കെ. CM മടവൂർ ഇപ്പം മുദബ്ബിറുൽ ആലമ, ലോകം മൊത്തം നിയന്ത്രിക്കാൻ. ഒരു മജ്ലൂബാണ് എന്ന് 2 സമസ്ത അംഗീകരിച്ചതാണ്. മജ്ലൂബ്, മജ്നൂന് പറയാൻ പറ്റൂല, മജ്ലൂബ് പറയാം. എന്താ വ്യത്യാസം? മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, എന്തിനൊക്കെ കാര്യമായ അസുഖം വന്നിട്ട് ബുദ്ധി തെറ്റാക്കി മജ്നൂൻ എന്ന് പറയാം. മജ്ലൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ആകർഷിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെട്ടത്. 2ന്റെ റിസൾട്ട് എന്താണ്? ബുദ്ധി നഷ്ടപ്പെടും. പക്ഷെ മജ്ലൂബിന്റെ പ്രത്യേകത ജൽബ് എന്നാണ്, കാന്തമാണ്, ആകർഷണമാണ്. അള്ളാഹുലേക്ക് ആകർഷിച്ചിട്ട് ഇയാളും പഠിച്ചോടും കൂടെ ആ ഒരു വരിയിൽ ഇയാളെ ബുദ്ധിയൊക്കെ പോകും. പിന്നെ ഇയാൾക്ക് ദുന്യാവായിട്ട് ബന്ധം ഉണ്ടാവില്ല. അതിനാ മജ്ലൂബ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പുതിയാപ്പുണ്ട് അബ്ദുൽ അസീസ് സഖാഫി, അയാൾക്കൊരു ബുക്കുണ്ട് ദുറഉൽ ഫവായിദ് ബിഹാഷിദ് ശറഇൽ അഖായിദ് എന്ന പേരിൽ 1500 പേജുള്ള വലിയ കിതാബുണ്ട്.
അതിന് മൂപ്പർക്ക് അധ്യായമുണ്ട്. മജ്നൂനും മജ്നൂനും എന്താ വ്യത്യാസം, ഭ്രാന്തനും ഈ ഇതിനും ഇത് ഭ്രാന്തം പറയാൻ പറ്റുമോ, മണിക്കിറുക്കെന്ന് പറയാം, ഇവരെന്നുള്ള എന്താ വ്യത്യാസം എന്നാണ് ചർച്ച. അതിൽ മൂപ്പർ പറയാം, മജ്നൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ലയിച്ച് തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ട് അവൻ യസീറു ബിഹൈസു ലാ യുദബ്ബിറു അഖ്ലഹു, തൻ്റെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ കഴിയാത്തവനായി മാറും. അതാണ് മജ്നൂബ്. അപ്പൊ CM മടവൂർ മജ്നൂബാണെന്ന് രണ്ട് സമസ്ത അംഗീകരിച്ചതാണ്. അഥവാ സ്വന്തം ബുദ്ധിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളായി മാറിയിട്ടുണ്ട്. ആ ആളാണ് ഇപ്പൊ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം, സ്വന്തം ബുദ്ധി നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഓലയിച്ചാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നതായിട്ട് അത് വിശ്വസിക്കാൻ ആളെ കിട്ടിയില്ലേ. ഒറ്റ മനുഷ്യൻ ചോദിച്ചാൽ അതെങ്ങനെ പറയാൻ പാടില്ലല്ലോ, മുദബ്ബിറുൽ ആലം അല്ലല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയണില്ലേ എന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു. വലിയ വലിയ ഉസ്താദന്മാരായി കണക്കാക്കുന്ന ആളുകൾ വരെ ഖുർആനിലെ ആയത്തൊന്നിട്ട് സ്ഥാപിക്കാൻ നോക്കുകയാണ്. അങ്ങനെ മുദബ്ബിർ ഉണ്ടാകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് ന്യായം ഉണ്ടാക്കാൻ, തെളിവുണ്ടാക്കാനാണല്ലോ വലിയ വലിയ ഉസ്താദന്മാരായി വിചാരിക്കപ്പെടുന്നവർ പോലും ചെയ്തത്. സഹോദരന്മാരെ, നമ്മുടെ പരലോകം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. പടച്ച റബ്ബിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആത്മീയ ചൂഷണത്തിൻ്റെ മറവിൽ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് വഴിമാറിപ്പോകുമ്പോൾ, മറുഭാഗത്ത് ഭൗതികമായ അതിപ്രസവത്തിൽ സമ്പത്ത് കൂടി സൗകര്യങ്ങൾ കൂടി എല്ലാ സ്ഥാനമാനവും കിട്ടി എല്ലാ സൗകര്യങ്ങളുമായി അവിടെ അള്ളാനെ മറന്നുകൊണ്ട് തൻ്റെ ഈ നേട്ടങ്ങളിൽ, തൻ്റെ സ്ഥാനമാനങ്ങളിൽ, തൻ്റെ വിദ്യാഭ്യാസത്തിൽ, തൻ്റെ ശേഷിയിൽ, തൻ്റെ സൗകര്യങ്ങൾ, തൻ്റെ ബുദ്ധിയിൽ എല്ലാം അവലംബിച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നിടത്തേക്ക് ചിലരും പോയി. രണ്ടും ശരിയല്ല. ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് എനിക്ക് കഴിച്ചതായി, ആ ജോലി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് നല്ല വിദ്യാഭ്യാസം, എനിക്ക് വലിയ സാമർഥ്യമാണ്, ഞാൻ വലിയ കച്ചവടക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അതൊന്നും പറയണ്ട. അങ്ങനെയൊന്നുമില്ല. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ എടുത്തു നോക്കിയാൽ 3ാം ക്ലാസ് തോറ്റുപോയ മനുഷ്യന്മാരാ പലരും. 5000-ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ. ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പം എന്നോട് സ്വകാര്യ പറയുമ്പോൾ എനിക്ക് മെസ്സേജ് നോക്കാൻ അറിയില്ല, മൂപ്പർക്ക് അറിയില്ല. 5000 സ്റ്റാഫ് മൂപ്പർക്കുണ്ട്. വലിയ 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 വിദ്യാഭ്യാസമുള്ള വലിയ സർട്ടിഫിക്കറ്റ് ആളുകൾ മൂപ്പർ മുമ്പ് സർ സർ എന്ന് വെച്ച് ചെല്ലും. മൂപ്പർക്ക് എന്താണത്, ഒരു മെസ്സേജ് നോക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും ഉണ്ടാവില്ല, നമ്മളെ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ സാമർത്ഥ്യം, എൻ്റെ ബാപ്പൻ്റെ കച്ചവടക്കാരൻ, ഞാൻ അതിലും വലിയ ബളവൻ, അതൊക്കെ അവിടെ വെച്ചാൽ മതി, ഒന്നും ഉണ്ടാവില്ല. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ്. രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു വടിയും കൈക്ക് പിടിച്ചില്ല മനുഷ്യന്മാർ. എന്തിനാ അത്? നായ്ക്കളുണ്ടാവുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഏത് നായ്ക്കൾ ഒരു വടി ചെറുങ്ങട മനുഷ്യൻ വിടുന്നിട്ട് ഇല്ലല്ലോ. നമ്മളൊക്കെ എത്ര ചെറുതനായ എന്നാലും പേജ നായിനെ കണ്ട നമ്മൾ പേടിച്ചു പോയി. ഒരു പൂച്ചങ്ങനെ നേരക്ക് ചാടാൻ വന്നാൽ നമ്മൾ കയ്യും കാലും കൊയ്യില്ലേ. ഒന്നും വേണ്ട, രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒന്നര ഉറങ്ങാൻ പറ്റിയില്ല. എന്തേ? ഒരു കൊതു പിന്നാലെ കൂടി. ഇതാണ് ഇപ്പം നമ്മളെ കഥ. ഒരു കൊതുകാണ് കൂടിയിട്ട് എന്താണെന്ന് ഉറങ്ങാൻ പറ്റുന്നത്. നേരം വെളുക്കോളം ഉറക്കം ശരിയായില്ല. ഇത്ര വല്ല മനുഷ്യൻ എല്ലാ കിബറും എല്ലാ വൽപ്പത്തിലും ഉണ്ടാകുന്നത് ഓനാണ് കൊതുവിനെ പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെ. ഇതാണ് മനുഷ്യൻ, ലഈഫാണ്, ദുർബലനാണ് മനുഷ്യൻ. ആണ് ഇറങ്ങുമ്പോൾ കാല് വെച്ചെത്തി വീണാൽ ഓൻ്റെ കഴിഞ്ഞു. ഓൻ ആരായിട്ടില്ല, എത്ര വലിയവനായിക്കോട്ടെ, എത്ര വലിയ ഭരണാധികാരിയോ വലിയ ബുദ്ധിരാക്ഷസനോ വലിയ വിദ്യാസമ്പന്നോ ആരായാലും ശരി, 4 നേരം അടുപ്പിച്ച് വയറ്റുന്നു പോയാൽ 5ാമത് അക്കൂസ് ഭാര്യ പറയും, വാതിൽ കുട്ടികളുണ്ട്, ഞാൻ പുറത്തുനിന്നോളാന്ന്. ഞാൻ ആരാ എനിക്ക് അറിയോന്ന് അപ്പം ചോദിക്കൂല. ഞാൻ ആരാ, ഞാൻ ഇവിടെ വലിയ ആളല്ല, ലജ്ജെന്താ വിചാരിച്ചത്? ഇല്ല. പിന്നെ വാതിൽ കുറ്റിടൂല, ഓളോടെ പുറത്ത് കാവലിക്കുക. കാരണം കുറ്റിട്ടഞ്ഞ് തുറക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. അത്രയേ ഉള്ളൂ നമ്മൾ. എന്നിട്ടാണ് ഈ അഹങ്കാരം മുഴുവനും. ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഞാനാന്ന് പറഞ്ഞ മനുഷ്യൻ മുതൽ അവിടെ നിങ്ങട്ട് വ്യത്യസ്തമായ കിബറുമായിട്ടാണ് നമ്മളൊക്കെ പോണത്. നല്ല തുടുങ്ങുപ്പായിട്ട് വലിയ കെട്ടുമട്ടിൽ ഇറങ്ങുമ്പോൾ തോന്നുകയാണ് ഞാൻ തന്നെ എല്ലാം. അല്ലാഹ് പറഞ്ഞില്ലേ, മനുഷ്യൻ ധിക്കാരിയായി മാറുന്നു. കാരണം എന്താ? അർആഹുസ്തഗ്ന, അവിടെ തോന്നുന്നു അവൻ തന്നെ മതി. മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു, അതിക്രമം കാണിക്കുന്നു. കാരണം
അവന് തോന്നുകയാണ് അവൻ തന്നെ മതി. ബൽ യുരീദുൽ ഇൻസാൻ ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. മുന്നോട്ടുള്ള ജീവിതത്തിലും തെമ്മാടിയാവാൻ ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. അവൻ ചോദിക്കുകയാണ് എപ്പോഴാ ഖിയാമത്തൊക്കെ. ഇതൊക്കെ എത്ര കടയായി പറയണത്, എന്ത് ഖിയാമത്ത്, ആരാപതൊക്കെ കണ്ടോര്, ആരാതൊക്കെ പറ എന്നതൊക്കെ ഉണ്ടാകാന്, എന്നാ ഖിയാമത്ത് ഉണ്ടാകാനോ. അടുത്തായത്ത് എപ്പോഴാ ഖിയാമത്ത്, ഓനെ കണ്ണൊന്ന് മറിഞ്ഞാ മതി. ഫഇദാ ബരിഖൽ ബസർ, കണ്ണൊന്ന് മിന്നിയാ മതി, ഓൻ്റെ കഴിഞ്ഞു. തുറന്നു വെച്ച കണ്ണൊന്നങ്ങ് മറിഞ്ഞാൽ അവന്റെ ഖിയാമത്തായി. രണ്ട് ഖിയാമത്താ. ഒന്ന് ഖിയാമത്ത് സൂറ, ചെറിയ ഖിയാമത്ത്, അതായത് നമ്മളെ മരണം. ഓരോരുത്തരും മരിക്കുമ്പോൾ അവന്റെ ഖിയാമത്തായി. ലോകം മൊത്തം നശിക്കുമ്പോൾ ലോകത്തിന്റെ ഖിയാമത്തായി. അതാണ് ഖിയാമത്തുൽ കുബ്ര, വലിയ ഖിയാമത്ത്. ഫഇദാ ബരിഖൽ ബസർ, കണ്ണൊന്ന് അഞ്ചിപ്പോയാൽ കഴിഞ്ഞു. ഓൻ ചോദിക്കുക എന്നാ ഖിയാമത്ത്. ആ ചോദ്യം അവസാനിപ്പിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അത്ര ദുർബലന്മാരാ മനുഷ്യർ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ അറിയുക, അള്ളാഹിനെ പറ്റി പഠിക്കുക. അത് എവിടെ കിട്ടുക? വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ. അതാണ് അറിവിൻ്റെ സ്രോതസ്. വഹ്യാണ് അറിവിൻ്റെ സ്രോതസ്. ആ വഹ്യ് നമ്മുടെ മുമ്പിൽ രേഖപ്പെട്ട് കഴിഞ്ഞ രണ്ട് വഴിയിലാണ്. ഒന്ന് അള്ളാഹിന്റെ കിതാബാണ്, രണ്ട് റസൂലിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സ്വന്തം ഇഷ്ടപ്രകാരം നബി തങ്ങൾ സംസാരിക്കുകയില്ല, വഹ്യ് അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ. അതിലുണ്ട് റബ്ബിനെ കുറിച്ച്, അതിലുണ്ട് അവന്റെ നാമങ്ങൾ, അതിലുണ്ട് അവന്റെ വിശേഷണങ്ങൾ, അതിലുണ്ട് റബ്ബിന്റെ പ്രവർത്തനങ്ങൾ, അതിലുണ്ട് റബ്ബിന്റെ സത്തയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ട്. ആ പ്രമാണങ്ങളിൽ നിന്ന് അള്ളാഹിനെ മനസ്സിലാക്കുക, പ്രമാണങ്ങളിൽ നിന്ന് ദീന് പഠിക്കുക. കേവലമായ മദ്ഹബി പക്ഷപാതിത്വങ്ങളല്ല, ത്വരീഖത്തുകളല്ല, തസവുഫുകളല്ല, പാർട്ടി താല്പര്യങ്ങളല്ല. അതിനപ്പുറത്ത് അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഇൽമു മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അതാണ് ഇൽമ്. അതിൽ നിന്ന് ദീന് പഠിക്കുക, തൗഹീദ് പഠിക്കുക, വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ മാറണം. നമ്മൾ ചൊല്ലിപ്പറഞ്ഞ് പോയി എന്നല്ലാതെ അതിന് വിശ്വാസം പഠിച്ചിട്ടില്ല. അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ എവിടുന്നാ പഠിച്ചത്? എവിടുന്നാ പഠിച്ചത്? അത് പഠിക്കണം. മലക്കുകൾ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? അമ്പിയാക്കൾ വിശ്വസിക്കണം, ഖലാ ഖദർ വിശ്വസിക്കണം, ഖിയാമത്ത് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ വിശ്വസിക്കേണ്ടത്? കിതാബിലുണ്ട്, സുന്നത്തിലുണ്ട്. ഈമാൻ കാര്യം മാറും, ഇസ്ലാം കാര്യം 5, 11 കാര്യം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് പ്രമാണബദ്ധമായി പഠിച്ച് അത് ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചാൽ ആ നിർഭയത്വം മറ്റാർക്കുമില്ല, ആ സമാധാനം വേറാർക്കുമില്ല, ആ സന്തോഷം മറ്റാർക്കുമില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മൾക്ക് അനുഭവിക്കുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ, നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഒരു വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, ആ തുമഅ്നീനത്ത്, ആ സംതൃപ്തി, അതുപോലെ രാജാക്കന്മാരെ പോലും അനുഭവിക്കുന്നില്ല എന്നാണ്. രാജാക്കന്മാർക്ക് വമ്പം വീടുണ്ട്, വലിയ വാഹനമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, പറഞ്ഞാൽ നടപ്പാക്കാൻ ആളുണ്ട്, പക്ഷെ അവർക്ക് സമാധാനമില്ല. നമ്മൾ അനുഭവിക്കുന്ന സമാധാനമെങ്ങാനും ഇവിടുത്തെ രാജാക്കന്മാരും രാജാക്കന്മാരെ മക്കളും അറിയുകയാണെങ്കിൽ അവർ വാളെടുത്ത് വന്ന് നമുക്കെതിരെ ഏറ്റുമുട്ടാൻ വരുന്ന, കാരണം ഇതൊക്കെ ഉണ്ടായിട്ട് അവർക്ക് സമാധാനമില്ല. അതൊന്നും ഇല്ലാത്ത നമ്മൾ സമാധാനത്തോടെ ജീവിക്കും. ഒരു പ്രശ്നം എന്ത് വന്നാലും അല്ല, എന്ത് സംഭവിച്ചു അത്രേ ഉള്ളൂ. പാപ്പ മരിച്ചു, ഇന്നാലില്ല, ഉമ്മ മരിച്ചു, ഇന്നാലില്ല, സമ്പത്തൊന്നാകെ തകർന്നു പോയി എന്ന് കേട്ടാലും ഇന്നാലില്ല, ഒരു സമാധാനം. നമ്മളൊക്കെ അല്ലാഹുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഖലാസ്, കഴിഞ്ഞു. മൊത്തം പൊളിഞ്ഞാലും ഓനെ ടെൻഷനായിട്ട് അറ്റാക്കായി മരിക്കുന്നില്ല. സത്യവിശ്വാസി ടെൻഷനായിട്ട് അറ്റാക്ക് ആവില്ല, മറ്റു കാര്യം കൊണ്ട് അറ്റാക്ക് ആയിക്കൂടില്ല. ഓനങ്ങനത്തെ ടെൻഷനില്ല. ഇത് ദുന്യാവാണ്. ദുന്യാവൊക്കെ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല. ഇടയ്ക്കായിട്ട് അല്ല കുറച്ച് തന്നു, അതല്ല പിടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. സഹോദരൻ, ആ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കിയാൽ, ജീവിതത്തെ മനസ്സിലാക്കിയാൽ ദുനിയാവിലും സമാധാനമാണ്, ആഖിറത്തും സമാധാനം. ജീവിത ലക്ഷ്യം മനസ്സിലാക്കി, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ഒരു കാര്യം ഉറപ്പാണ്, നരകം സഹിക്കാൻ കഴിയില്ല നമുക്ക്. അത്ര ദുർബലമാണ് നമ്മൾ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൊതുക് പിന്നാലെ കൂടെ ഉറങ്ങാൻ പറ്റാത്തത്ര സാധുക്കളാണ് നമ്മൾ. ഒരു കാലിൻ്റെ എവിടെ ഒരു ചെറിയൊരു പോയിന്റിൽ ഒരു മുള്ളു കുത്തിയാൽ പിന്നെ പനി പിടിക്കും, പിന്നെ ഉറങ്ങാൻ വയ്യ, പിന്നെ ആകെ ക്ഷീണമായി, ആകെ അസ്വസ്ഥമായി 2 ദിവസം ഓഫീസിൽ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിറക്കേണ്ടി വരും ഒരു മുള്ളുത്തിന്. അത് നമ്മൾ. ഒരു തീപ്പൊരി പാടിയാൽ എല്ലാ സമാധാനം നഷ്ടപ്പെടും.
ദുനിയാവിലെ തീയിൻ്റെ 69 ഇരട്ടി 70 ഇരട്ടി എന്നൊക്കെ ഹദീസ് പറഞ്ഞാണ് നരകത്തിലെത്തി. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടുത്തെ ഇന്ധനം കല്ലുകളും മനുഷ്യന്മാരുമാണ്. ആ നരകത്തിൻ്റെ ഇന്ധനമായി നമ്മൾ മാറാൻ പാടില്ല. അവിടെ വിറകായി നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ടാകാൻ പാടില്ല. തീരുമാനം വേണം. ആ നരകത്തിൽ കാലാകാലങ്ങൾ കഴിയുന്ന ഒരു ഭാഗ്യം കെട്ട അവസ്ഥ പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ യുഗങ്ങളോളം അതിൽ താമസിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആ ഒരു ഭാഗ്യം കിട്ടവരായി നമ്മൾ മാറിക്കൂടാ. സ്വർഗം കിട്ടണം. സ്വർഗത്തിൽ ചാട്ടവാറ് കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ, ഒരു ചാട്ടവാറിനെ കുത്താൻ 1 ഇഞ്ച് സ്ഥലം, 1 പോയിന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ ദുനിയാവ് മുഴുവനും അതിനെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാൻ. അതാണ് സ്വർഗം. ആ സ്വർഗം കിട്ടണമെങ്കിൽ അഖീദ ശരിയാണ്, വിശ്വാസം ശരിയാകണം, അമൽ സ്വാലിഹാത്ത് കഴിവനുസരിച്ച് ചെയ്യണം, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, ഹറാമാണെന്ന് ഉറപ്പുള്ള വൻപാപമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വെടിയണം. ശിർക്ക് ചെയ്യാൻ പാടില്ല, കുഫറുണ്ടാകാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല, വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, മദ്യപാനം പാടില്ല, മയക്കുമരുന്ന് പാടില്ല, കുടുംബബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല, അനാവശ്യമായ തിന്മകൾ തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, കൈക്കൂലി വാങ്ങിക്കൂടാ, കൊലയാപങ്ങൾ ഉണ്ടായിക്കൂടാ, സ്ത്രീധനം വാങ്ങിക്കൂടാ, ആ വക ഒരു അനാചാരങ്ങളുടെ പിന്നാലെ പോയിക്കൂടാ. ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. നന്മകൾ കഴിവനുസരിച്ച് വർദ്ധിപ്പിക്കുക. ഫർള് നിർബന്ധമായും ചെയ്യുക. സുന്നത്തുകൾ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഖുർആനുമായി ബന്ധമുണ്ടാവുക. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ദുആവും സ്വലാത്തും വർദ്ധിപ്പിക്കുക. ദാനധർമ്മങ്ങൾ സദഖകൾ കഴിവിൻ്റെ അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. നന്മ കൽപ്പിക്കുക, തിന്മകളെ വിരോധിക്കുക. സൽ സ്വഭാവത്തിന് ഉടമകളായി മാറുക. എല്ലാവരും മാന്യമായി പെരുമാറുക. നന്മ മാത്രം ചെയ്യുക, നന്മ മാത്രം ചിന്തിക്കുക, നല്ല മനുഷ്യന്മാരായി ജീവിക്കുക. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, സ്വർഗ്ഗം മുത്തഖീങ്ങൾക്കാണ്. തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദുന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്ത, കുഴപ്പങ്ങൾ ആഗ്രഹിക്കാത്തവർക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗം കിട്ടണം, അതിൽ മുത്തഖിയായി മാറണം. മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിലും കേട്ടതിലും ഉപരി അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇത്തരം ദീനിൻ്റെ വേദികളിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എല്ലാ ഖൈറും ബറകാത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് പടച്ച റബ്ബ് പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളും ഉസ്താദുമാരും നേതാക്കന്മാരും പ്രവർത്തകന്മാരുമായ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാൻ അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് ചൊരിയുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.